ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ വനശലഭം. അധ്യായം 44. ദാസന്റെ കല്യാണത്തിൻ്റെ അന്ന് താരയെ കണ്ട ഓർമ്മ വന്നു മാലതിക്കുട്ടിക്ക്. താരയ്ക്ക് മാലതിക്കുട്ടിയെയും ഓർമ്മ വന്നു. അമ്മ ഇരിക്കൂ, ചേച്ചിയും ഇരിക്കൂ, താര പറഞ്ഞു. ഓഫീസിൽ 4-5 കസേരകൾ ഉണ്ടായിരുന്നു. 2 താര തൻ്റെ മേശയ്ക്കടുത്തേക്ക് നീക്കിയിട്ടു. പത്മാവതി അമ്മയും മാലതിക്കുട്ടിയും ഇരുന്നു. മാലിനിയെ താരയ്ക്ക് മനസ്സിലായോ? പത്മാവതിയമ്മ ചോദിച്ചു. അന്ന് കല്യാണത്തിന് കണ്ടിരുന്നു, താര പറഞ്ഞു. മാലതി എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. മാലതിയാണ് ദാസനു വേണ്ടി ഊർമിളയുടെ ആലോചന കൊണ്ടുവന്നത്, പത്മാവതിയമ്മ പറഞ്ഞു നിർത്തി. മൂവരും നിശബ്ദരായി അല്പനേരം ഇരുന്നു. ദാസനെക്കുറിച്ചാണ് അവർ ചിന്തിച്ചത്. ദേവേട്ടൻ്റെ ഒപ്പമാണോ അമ്മയും മാലതി ചേച്ചിയും വന്നത്? എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി താര ചോദിച്ചു. അല്ല, ഞങ്ങൾ വരുന്ന കാര്യം ദേവന് അറിയില്ല. ഞാനും മാലതിയും കൂടെ ഇങ്ങ് പോരുകയായിരുന്നു. അതിരിക്കട്ടെ, താര എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അടുത്തൊരു വീട്ടിലാണമ്മേ. ഇവിടുത്തെ ഭാനുസാറിൻ്റെ ചിറ്റയുടെ വീടാണ്. കുടിക്കാൻ എന്താണ് വേണ്ടത്? തണുത്തത് എന്തെങ്കിലും മതിയോ? അല്ലെങ്കിൽ ചായ കൊണ്ടുവരാൻ പറയാം? ഇപ്പോഴൊന്നും വേണ്ട മോളെ, ഞങ്ങൾക്ക് ഇരിക്കാൻ സമയമില്ല. അടുത്ത ബസ്സിന് തിരിച്ചു പോകണം. അപ്പോൾ ദേവേട്ടനെ കാണുന്നില്ലേ? ആശ്ചര്യത്തോടെ താര ചോദിച്ചു. ഇല്ല മോളെ, ഞങ്ങൾ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാണ്. എന്നെ മാത്രമോ? ലേശം ഒരു അമ്പരപ്പോടെയാണ് താര ചോദിച്ചത്. അതെ, ഞങ്ങളുടെ ഈ വരവ് ദേവൻ അറിയാൻ പാടില്ല. നമ്മൾ 3 പേരും മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരിക്കണം ഇത്. താരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഉത്കണ്ഠയോടെ അവൾ 2 പേരെയും മാറി മാറി നോക്കി. എവിടെയോ എന്തോ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ എല്ലാം വിശദമായി പറയാം മോളെ. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ദാസന്റെ കല്യാണത്തിന് നീ വന്നപ്പോൾ കൂട്ടുകാരൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാണ് ദേവൻ നിന്നെ പരിചയപ്പെടുത്തിയത്. കൂട്ടുകാരൻ്റെ പെങ്ങൾ തന്നെയാണോ നീ? പത്മാവതിയുടെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ താര കുഴുങ്ങി. ആണോ മോളെ? അല്ലെന്ന് താര തലയാട്ടി. പത്മാവതിയമ്മയും മാലതിക്കുട്ടിയും പരസ്പരം നോക്കി. അക്കാര്യത്തിൽ ഞാൻ ദേവനെ കുറ്റം പറയത്തില്ല ടീച്ചറെ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്നും പറഞ്ഞ് താരയെ പരിചയപ്പെടുത്താൻ ദേവന് പറ്റുമോ? പറ്റത്തില്ല, മാലതിക്കുട്ടി പറഞ്ഞു. ശരിയാണോ മോളെ? നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? പത്മാവതിയമ്മ ചോദിച്ചു. അതെ അമ്മേ, താര തല കുലുക്കി. ദേവൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അവൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ മോളെ? താര മുഖം ഉയർത്തി. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. അമ്മ ക്ഷമിക്കണം. ദേവേട്ടനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു പോയി. ദേവേട്ടനെ കൂടാതെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. താരയുടെ സ്വരം ഇടറി. പത്മാവതിയമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. താരയുടെ വീട്ടിൽ ഇക്കാര്യം അറിയുമോ? മാലതിക്കുട്ടി ചോദിച്ചു. അറിയാം. അമ്മയ്ക്കും അച്ഛനുമൊക്കെ സമ്മതമാണോ? എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി ചേച്ചി. എനിക്കിനി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇതിന് സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് സമ്മതമല്ലാത്തത്? ദേവേട്ടൻ്റെ കാര്യം ഞാൻ അമ്മയോട് പറയും മുൻപേ അമ്മ വേറൊരാൾക്ക് വാക്കുകൊടുത്തു. അതാണ് കാരണം. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാൻ താരേ. മോൾക്കറിയാമല്ലോ, എനിക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. എന്നെ തീരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അതിലൊരാളെ ദൈവം തിരിച്ചെടുത്തു. എനിക്ക് ഒരു മകൻ പോയെങ്കിൽ മറ്റൊരു മകനുണ്ടല്ലോ എന്ന് സമാധാനിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് 3 മാസം തികയും മുൻപേ വിധവയാകാൻ വിധിക്കപ്പെട്ട ഒരു സാധു പെൺകുട്ടിയുടെ കാര്യമോ? പത്മാവതിയമ്മ ചോദിച്ചു. ഊർമിളയുടെ അച്ഛനും അമ്മയും എൻ്റെ അയൽക്കാരാണ് താരെ. മകളുടെ ദുർവിധിയോർത്ത് അവരുടെ കണ്ണുകൾ തുറന്ന സമയമില്ല, മാലതിക്കുട്ടി ദുഃഖത്തോടെ പറഞ്ഞു. പത്മാവതിയമ്മയുടെയും മാലതിക്കുട്ടിയുടെയും ആഗമനോദ്ദേശം താരയ്ക്ക് മനസ്സിലായി. ഈശ്വര, അതാണ് കാര്യമെങ്കിൽ. ആ ഓർമ്മയിൽ അവൾ നടുങ്ങി. അമ്മയുടെ ആഗ്രഹത്തെക്കുറിച്ച് ദേവേട്ടൻ ഒരു സൂചന തന്നിരുന്നല്ലോ. ദേവേട്ടൻ വഴങ്ങുകയില്ലെന്ന് മനസ്സിലായപ്പോൾ നേരിട്ട് തന്നെ കണ്ട് കാര്യം പറയാനാണോ അമ്മ വന്നിരിക്കുന്നത്? ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ എല്ലാവരെയും ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും. ഇനി ഒരാൾക്ക് മാത്രമേ അതിന് കഴിയൂ, താരമോൾക്ക് മാത്രം, പത്മാവതിയമ്മ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? ക്രമം തെറ്റി ഉയരുന്ന നെഞ്ചിടിപ്പോടെ താര ചോദിച്ചു. മോൾ അവനെ മറക്കണം. അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. താര അത് കേട്ട് സ്തബ്ധയായി ഇരുന്നു. ദേവനോട് ഇക്കാര്യം ഞാൻ സംസാരിച്ചതാണ് മോളെ. നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ലെന്നുമാണ് അവൻ പറഞ്ഞത്. പക്ഷേ നീ സ്വമേധയാ പിന്മാറിയാൽ ഊർമിളയെ അവൻ വിവാഹം ചെയ്യും. കൈവിട്ടുപോയ ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടും.
രണ്ട് കുടുംബങ്ങളുടെയും ദുർവിധി അവസാനിക്കും. പത്മാവതിയമ്മ പറഞ്ഞു. ഊർമിളയെ വേറെ വിവാഹം ചെയ്ത് അയച്ചുകൂടെ എന്ന് നീ ചോദിക്കുമായിരിക്കും. തികച്ചും ന്യായമായ ചോദ്യമാണത്. പക്ഷേ അതിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട് താരെ. ഊർമിള ആ വീട്ടിൽ ആദ്യമായി വന്നു കയറിയ പെണ്ണാണ്. ടീച്ചർക്ക് അവളെ പറഞ്ഞുവിടാൻ മനസ്സില്ല. ഊർമിളയ്ക്ക് അവിടുന്ന് പോകാനും ഇഷ്ടമല്ല. ദാസൻ മരിച്ചതിനാൽ പകരമുള്ള ജോലി അവൾക്ക് കിട്ടുകയും ചെയ്യും. മിക്കവാറും അതേ ഓഫീസിൽ തന്നെ. മാലതിക്കുട്ടി പറഞ്ഞു. പ്രധാനം അതൊന്നുമല്ല മോളെ. ഊർമിള ഗർഭിണിയാണ്. എൻ്റെ ദാസൻ്റെ കുഞ്ഞ് അവൻ്റെ വീട്ടിലല്ലേ വളരേണ്ടത്. ഊർമിളയെ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചുകൊണ്ട് പോയാൽ ആ കുഞ്ഞ് അന്യനൊരാളുടെ സംരക്ഷണയിലല്ലേ വളരുക. അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ മോളെ. എന്തു പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് താരയിരുന്നു. ദേവേട്ടനെ എനിക്ക് വേണമെന്ന് പറയാം, മറ്റാർക്കും കൊടുക്കാൻ മനസ്സില്ലെന്ന് പറയാം. ഇക്കാര്യം പറയാനാണ് വന്നതെങ്കിൽ കൂടുതൽ കേൾക്കേണ്ടെന്നും പറയാം. പക്ഷേ ദേവേട്ടൻ്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. മോൾ എന്താണൊന്നും മിണ്ടാത്തത്? നീ ഞങ്ങളെ നിരാശപ്പെടുത്തി തിരിച്ചയക്കരുത് മോളെ. ഇക്കാര്യത്തിനു വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാനും തയ്യാറാണ്. ഒരമ്മയുടെ വേദന ഒരു പക്ഷേ നിനക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല താരെ. കണ്ണീരോടെ പത്മാവതി അമ്മ പറഞ്ഞു. ഒരമ്മയുടെ വേദന. ദേവേട്ടന് താല്പര്യമുണ്ടെങ്കിൽ ഏടത്തിയെ കല്യാണം കഴിച്ചോട്ടെ. എനിക്ക് വിരോധമില്ലമ്മേ. കണ്ണീരടക്കി താര പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പോരെ മോളെ. അവനെ കല്യാണം കഴിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് പറയണം. എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറണം. ഞാൻ പറഞ്ഞാൽ ദേവേട്ടൻ അനുസരിക്കുമെന്നാണോ അമ്മ പറയുന്നത്? എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. താരയ്ക്ക് അതിന് കഴിയൂ. മാലതിക്കുട്ടി പറഞ്ഞു. ക്രൂരതയാണെന്നറിയാം. എങ്കിലും ആവശ്യക്കാർക്ക് ഔചിത്യമില്ലല്ലോ മോളെ. നിങ്ങൾ തമ്മിൽ ഇനി കാണരുത്. അവനെ നീ നിരുത്സാഹപ്പെടുത്തണം. പത്മാവതിയമ്മ പറഞ്ഞു. താര വലിയ സുത്തുകാരിയാണെന്ന് ഞങ്ങൾക്കറിയാം. നേരം പോക്കിനു വേണ്ടി മാത്രമാണ് താര ഈ ജോലി സ്വീകരിച്ചതെന്നും അറിയാം. എങ്കിൽ പിന്നെ ഇത് കളഞ്ഞിട്ട് താരയ്ക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? മാലതിക്കുട്ടി ചോദിച്ചു. എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇതുവരെ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലമ്മേ. ദേവേട്ടനെ ഞാൻ മറന്നാൽ വിധവയായ ആ സ്ത്രീ മംഗല്യവതിയാകുമെങ്കിൽ ആകട്ടെ. അമ്മയ്ക്ക് ദാസേട്ടൻ്റെ കുഞ്ഞിനെ സ്വന്തമായി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. രണ്ടു കുടുംബങ്ങളുടെ കണ്ണീർ തോരുന്നെങ്കിൽ തോരട്ടെ. കരച്ചിലടക്കാൻ താര പാടുപെട്ടു. എനിക്കറിയാം, ഇപ്പോൾ നിനക്ക് വലിയ സങ്കടം തോന്നും മോളെ. പക്ഷെ കുറെ കഴിയുമ്പോൾ ഒക്കെ മറക്കാൻ സാധിക്കും. മോൾക്ക് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടും. നിന്റെ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ഒരു വിധവയെ രക്ഷിച്ച കൃതാർത്ഥത എന്നും മോൾക്കുണ്ടാവുകയും ചെയ്യും. എനിക്കൊരു വിവാഹമോ? ഇല്ലമ്മേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു കാര്യമുണ്ടാവുകയില്ല. ദേവേട്ടൻ്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. താരയുടെ അമ്മ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആരാണ് വരൻ? മാലതിക്കുട്ടി ചോദിച്ചു. ഒരു വക്കീലാണ്. താര ആ കല്യാണത്തിന് സമ്മതിക്കണം. ആ കല്യാണം നടക്കണം. അത് നടന്നാലേ ദേവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടൂ. ഞാനെന്തിന് വേറെ കല്യാണം കഴിക്കണം? ഭരതന് രാജ്യം കൊടുത്താൽ മാത്രം പോരാ. രാമനെ കാട്ടിലയക്കുകയും വേണം, അല്ലേ അമ്മേ? വേദനയോടെ താര ചോദിച്ചു. ആ ചോദ്യം പത്മാവതി അമ്മയുടെ ഉള്ളിൽ കൊണ്ടു. പെട്ടെന്ന് അവർ താരയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നീതിക്ക് നിരക്കാത്തതാണ്. എനിക്കറിയാം. നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ മോളെ കാണാൻ വന്നത്. ഇനി മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ. പക്ഷേ ഒരപേക്ഷയുണ്ട് ഈ അമ്മയ്ക്ക്. പത്മാവതി അമ്മ ഗദ്ഗത കണ്ടയായി പറഞ്ഞു. എന്താണ് എന്നർത്ഥത്തിൽ താര അവരെ നോക്കി. ഞങ്ങൾ മോളെ കാണാൻ വന്ന കാര്യം ഒരിക്കലും ദേവൻ അറിയരുത്. അറിഞ്ഞാൽ ഒരിക്കലും അവനെനിക്ക് മാപ്പ് തരില്ല. ഞാൻ പറയുകയില്ലമ്മേ. പത്മാവതി അമ്മയും മാലതിക്കുട്ടിയും എഴുന്നേറ്റു. ഞങ്ങൾ പോവാം മോളെ. സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലെത്തണം. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഊർമിളയോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇരുവരും അവിടെ നിന്നില്ല. ഉടൻ തന്നെ യാത്ര പറഞ്ഞിറങ്ങി. റോഡിലിറങ്ങിയപ്പോൾ അവർക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. താരയ്ക്ക് പിന്നെ ഓഫീസിലിരിക്കാൻ തോന്നിയില്ല. മനസ്സ് തുറന്ന് ഒന്ന് കരയണം. അതിന് സ്വസ്ഥമായ ഒരിടം വേണം. ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദേവേട്ടനെ പിരിയുക, അത് വയ്യ. മറ്റൊരാളിൻ്റെ ഭാര്യയാവുക, അത് തീരെ വയ്യ. എല്ലാറ്റിനും ഒരു പോംവഴിയുണ്ട്, മരണം. ഉറക്ക ഗുളികകൾ വാങ്ങി വിഴുങ്ങിയാൽ മതി. ദേവേട്ടൻ സ്വതന്ത്രനാകും. ഏട്ടത്തിയെ കല്യാണം കഴിക്കും. എല്ലാവർക്കും സന്തോഷമാകും. താര മേശപ്പുറത്ത് മുഖമണച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നു. ഉച്ചയായപ്പോൾ ഭാനുചന്ദ്രൻ വന്നു. താരയുടെ കലങ്ങിയ കണ്ണുകളും കരഞ്ഞു വീർത്ത മുഖവും കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്താ താരെ, സുഖമില്ലേ? തലവേദന. ടാബ്ലറ്റ് കഴിച്ചിട്ടും ശരിയാവുന്നില്ല. താര ഒരു നുണ പറഞ്ഞു. വരൂ,
നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണാം. വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ചു നേരം കിടന്നാൽ ആശ്വാസം കിട്ടും. എങ്കിൽ നേരത്തെ പോകാൻ വയ്യായിരുന്നോ? ഞാൻ വരുന്നതുവരെ എന്തിനാ കാത്തിരുന്നത്? താര മിണ്ടിയില്ല. താര പൊയ്ക്കോളൂ. ഭാനുചന്ദ്രൻ ഒരു ഓട്ടോറിക്ഷ കൈകാട്ടി നിർത്തി. താര ഹാൻഡ് ബാഗ് എടുത്ത് ഓട്ടോയിൽ കയറിയിരുന്നു. ഓട്ടോ മുന്നോട്ട് നീങ്ങി. എങ്ങോട്ടാണ് പോകേണ്ടത്? വണ്ടി കുറെ ഓടിയിട്ടും അവൾ ഒന്നും പറയാത്തതിനാൽ ഡ്രൈവർ തലചരിച്ച് നോക്കി ചോദിച്ചു, എങ്ങോട്ടാണ് പോകേണ്ടത്? താര അയാളെ പകച്ചു നോക്കി. അധ്യായം 45. ഓട്ടോറിക്ഷ ഗേറ്റിന് മുന്നിൽ നിന്നപ്പോൾ താര ഇറങ്ങി. വണ്ടിയുടെ ശബ്ദം കേട്ട് സരസ്വതി ചിറ്റ പുറത്തേക്ക് ഇറങ്ങിവന്ന് നോക്കി. എന്താ മോളെ നേരത്തെ? ഗേറ്റ് തുറന്ന് കയറി ചെന്ന താരയോട് ചിറ്റ ചോദിച്ചു. ഒരു തലവേദന. കണ്ടിട്ട് വെറും തലവേദനയാണെന്ന് തോന്നുന്നില്ലല്ലോ മോളെ. സരസ്വതി ചിറ്റ താരയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. സാരമില്ല ചിറ്റെ, ഇത്തിരി നേരം കിടന്നാൽ മതി. വല്ലതും കഴിച്ചോ മോളെ? ഇല്ല, ചോറ് വിളമ്പാം, ഉണ്ടിട്ട് കിടന്നാൽ മതി. വിശപ്പില്ല ചിറ്റെ. താര മുറിയിലേക്ക് ചെന്ന് ഹാൻഡ് ബാഗ് മേശപ്പുറത്തിട്ടിട്ട് കട്ടിലിലേക്ക് വീണു. അവളുടെ കവിളുകളിലൂടെ കണ്ണീർ ഒഴുകാൻ തുടങ്ങി. ദേവേട്ടനെ ഉപേക്ഷിക്കുക. ഹൃദയത്തിൻ്റെ പാതി മുറിച്ചു കളയുന്നത് പോലെയാണത്. എന്തിനാണ് പിന്നെ അവരോട് അങ്ങനെയൊക്കെ സമ്മതിച്ചത്? ആ അമ്മയുടെ കണ്ണീരിന് മുന്നിൽ മറ്റെന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെ സ്വാർത്ഥിയാകാൻ കഴിയുമായിരുന്നു? ഈശ്വര, ഇത്ര ദുർബലമായ ഒരു മനസ്സ് എന്തിനാണ് അങ്ങനെക്ക് തന്നത്? താര ഓർത്തോർത്തു കരഞ്ഞു. മോളെ. തലയുയർത്തി നോക്കിയപ്പോൾ സരസ്വതി ചിറ്റ കയ്യിൽ ഒരു ഗ്ലാസ് ചായയും ഒരു നേന്ത്രപ്പഴവുമായി നിൽക്കുന്നു. സാരിത്തുമ്പുകൊണ്ട് മുഖം തുടച്ചിട്ട് താര എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ കഴിച്ചില്ലെങ്കിൽ ചിറ്റ പോവുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. താര ചായ വാങ്ങി. സരസ്വതി ചിറ്റ കിടക്കയിൽ അവളുടെ അടുത്തിരുന്നു. സത്യം പറ, തലവേദന മാത്രമേ ഉള്ളോ മോൾക്ക്? എനിക്കൊന്നുമില്ല ചിറ്റെ. അതോ മനസ്സിലെന്തെങ്കിലും പ്രയാസമുണ്ടോ? ചിറ്റ ചോദിച്ചു. എല്ലാം ആരോടെങ്കിലും പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് താരയ്ക്ക് തോന്നി. അമ്മയെപ്പോലെയാണ് സരസ്വതി ചിറ്റ, അമ്മയെപ്പോലെ. സരസ്വതി ചിറ്റയോട് പറഞ്ഞാൽ ഭാനുസാർ അറിഞ്ഞെന്ന് വരും. ഭാനുസാർ അറിഞ്ഞാൽ ദേവേട്ടനോട് തീർച്ചയായും പറയും. ദേവേട്ടൻ്റെ അമ്മ തന്നെ കാണാൻ വന്ന കാര്യം ഒരു തരത്തിലും ദേവേട്ടൻ അറിയാൻ പാടില്ല. പറയില്ലെന്ന് ദേവേട്ടൻ്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തതാണ്. താര ചായയും നേന്ത്രപ്പഴവും കഴിച്ചു കഴിഞ്ഞപ്പോൾ സരസ്വതി ചിറ്റ അവളെ കിടക്കാൻ വിട്ടിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവേട്ടനെ ഇനി കാണുമ്പോൾ എന്തു പറയും? എന്നെ മറന്നേക്കൂ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും വെറുതെ അങ്ങ് മറക്കാൻ കഴിയുമോ? എത്ര പ്രിയപ്പെട്ടതും വേണമെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിയും. പക്ഷേ അത് തരുന്ന വേദന. താര ആലോചിച്ചാലോചിച്ച് കിടന്നു. ഒരെത്തും പിടിയും കിട്ടിയില്ല. മണി 5 അടിക്കുന്ന ശബ്ദം കേട്ടു. തലവേദന എങ്ങനെയിരിക്കുന്നു താരേ? സരസ്വതി ചിറ്റ വന്ന് ചോദിച്ചു. കുറവുണ്ട് ചിറ്റെ. എങ്കിലിങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ് വാ, എന്നിട്ട് കുളിക്ക്, ക്ഷീണമൊക്കെ മാറും. താര വിസമ്മതമൊന്നും പറഞ്ഞില്ല. എഴുന്നേറ്റ് മുൻവശത്തേക്ക് ചെന്നു. വെയിൽ മാഞ്ഞു കഴിഞ്ഞിരുന്നു. പത്രമെടുത്ത് വെറുതെ മറിച്ചു നോക്കി. ഒന്നും വായിക്കാൻ തോന്നിയില്ല. പത്രം മടക്കി വെച്ചിട്ട് താര കസേരയിൽ കൂനിക്കൂടിയിരുന്നു. അപ്പോഴാണ് ശാലിനി ഓഫീസ് വിട്ടു വന്നത്. എന്താ താരെ നനഞ്ഞ കിളിയെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? ശാലിനി കളിയായി ചോദിച്ചു. താര ചിരിച്ചില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ശാലിനിക്ക് തോന്നി. എന്തു പറ്റി താരേ? ഒന്നുമില്ല ചേച്ചി. അല്ല, എന്തോ ഉണ്ട്, എന്നോട് പറ. താര അവളെ മുഖമുയർത്തി നോക്കി. ആരോടെങ്കിലും എല്ലാം തുറന്നു പറയാൻ സാധിക്കുമെങ്കിൽ അത് ശാലിനിയോടായിരിക്കുമെന്ന് താരയ്ക്ക് തോന്നി. പറയാൻ ചേച്ചി, പക്ഷെ ഇപ്പോഴല്ല. പിന്നെ എപ്പോൾ? രാത്രിയിൽ. അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ മുറിയിൽ കയറി വാതിലടച്ചപ്പോഴാണ് ശാലിനിയോട് സംസാരിക്കാൻ താരയ്ക്ക് സൗകര്യം കിട്ടിയത്. പത്മാവതിയും മാലതിക്കുട്ടിയും ഓഫീസിൽ വന്നതും അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളും താര വിശദമായി അവളോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ താര കരഞ്ഞുപോയി. കരയരുത്. താരയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ശാലിനി പറഞ്ഞു. ദേവേട്ടനെ വേണ്ടെന്ന് വെക്കുന്നത് ഞാൻ മരിക്കുന്നതിന് തുല്യമാണ് ചേച്ചി. താരയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനെന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയട്ടെ? ശാലിനി ചോദിച്ചു. താര മുഖമേർത്തു നോക്കി. ദേവദത്തനെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല. ദാസൻ മരിച്ചെങ്കിൽ അത് ഊർമിളയുടെ വിധി. ദൈവം തീരുമാനിച്ചത് തിരുത്താൻ നമ്മളാര്? അവർ പറഞ്ഞതൊന്നും നീ സമ്മതിക്കരുതായിരുന്നു. പക്ഷേ ആ അമ്മയുടെ കണ്ണീര് കണ്ടപ്പോൾ നിന്റെ കണ്ണീരിന് മാത്രം വിലയില്ലേ താരെ? എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല ചേച്ചി. എന്തായാലും നീ ദേവദത്തിനോട് സംസാരിക്കൂ. അഭിപ്രായം അറിയാമല്ലോ. അഥവാ ഞാനും ദേവേട്ടനും കല്യാണം കഴിച്ചാലും ഒരു കണ്ണീരിൻ്റെ ശാപം ഞങ്ങളുടെ സന്തോഷത്തിനു മീതെ നിഴൽ പരത്തുകയില്ലേ ചേച്ചി? താര ചോദിച്ചു. നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ദേവദത്തൻ സന്തോഷത്തോടെ ഊർമിളയെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ താരെ നിനക്ക്?
താരയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ താര ദേവദത്തൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ദേവേട്ട, വൈകുന്നേരം കാണണം, അത്യാവശ്യമാണ്. ഇപ്പോൾ ഞാൻ വരണോ? വേണ്ട, വൈകുന്നേരം വന്നാൽ മതി. ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ്. ഇവിടെ വെച്ച് പറ്റില്ല. ശരി. താര ഫോൺ വെച്ചു. വൈകുന്നേരം 5 മണിക്ക് മുൻപ് താര വിനീത ബുക്ക് ഹൗസിൽ നിന്നിറങ്ങി. മെല്ലെ നടന്ന് ടൗൺ ഹാളിന് മുന്നിലെത്തിയപ്പോൾ ദേവദത്തൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പാർക്കിലേക്ക് പോകാം, താര പറഞ്ഞു. പാർക്കിൽ ചെന്ന് ഒരൊഴിഞ്ഞ ബെഞ്ചിൽ താര ഇരുന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയാതെ അവൾ അസ്വസ്ഥതയോടെ സാരിത്തുമ്പ് വിരലിൽ ചുറ്റുകയും അഴിക്കുകയും ചെയ്തു. എന്തോ പ്രധാന കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താര എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ദേവദത്തൻ ചോദിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ നമ്മളെക്കുറിച്ചാണ് ദേവേട്ട ആലോചിച്ചത്. ദേവേട്ടൻ എന്നെ വിവാഹം ചെയ്താൽ ആർക്കൊക്കെ സന്തോഷമാവും എന്നറിയാമോ ദേവേട്ടന്? നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല താരേ. ഞാൻ പറയാം. നമ്മൾ വിവാഹിതരായാൽ 2 പേർക്ക് മാത്രമേ സന്തോഷമാകൂ, ദേവേട്ടനും എനിക്കും. ശരിയല്ലേ? നമ്മൾ വിവാഹിതരാകാതിരുന്നാൽ എത്ര പേർക്ക് സന്തോഷമാകുമെന്ന് അറിയാമോ? എന്താണ് താരേ നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം ആർക്കൊക്കെ സന്തോഷമാകുമെന്ന്. എൻ്റെ അമ്മയ്ക്കും എന്നെ കല്യാണം കഴിക്കാൻ ആലോചന നടത്തുന്നവർക്കും സന്തോഷമാകും. ദേവേട്ടൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും. ഊർമിളയെടുത്തിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാകും. അതായത് കൂടുതൽ പേർക്ക് ഇഷ്ടമാകുന്നത് നമ്മൾ പിരിയുന്നതായിരിക്കും. നിർത്തൂ താരേ, നിനക്കെന്തു പറ്റി? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? കോപത്തോടെ ദേവദത്തൻ ചോദിച്ചു. എനിക്ക് ഭ്രാന്തൊന്നുമില്ല ദേവേട്ട, പക്ഷെ വാസ്തവമല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ രണ്ടാളിൻ്റെ മാത്രം സന്തോഷത്തിനു വേണ്ടി എന്തിന് ഒരുപാട് പേരുടെ സന്തോഷമില്ലാതാക്കണം? ദേവദത്തൻ അവിശ്വാസത്തോടെ താരയെ നോക്കി. സത്യം പറ, എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് നിന്റെ ഈ മനംമാറ്റത്തിന് കാരണം എന്താണ്? രജിസ്റ്റർ മാരേജ് നടത്തിയാൽ മതിയെന്ന് ഇന്നലെ വരെ പറഞ്ഞ നീ ഇപ്പോൾ എന്താണിങ്ങനെ? ഒന്നും സംഭവിച്ചില്ല ദേവേട്ട. ആലോചിച്ചപ്പോൾ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ വിവാഹിതരായാൽ നമുക്കൊരു മനസ്സമാധാനവും ഉണ്ടാവത്തില്ല. വിഡ്ഢിത്തം പറയാതെ താരേ, നീ അങ്ങനെ ഒഴിഞ്ഞു പോകാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് നിന്നെ വേണം. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മ വീണ്ടും ഫോൺ ചെയ്ത് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? സംശയത്തോടെ ദേവദത്തൻ ചോദിച്ചു. ഇല്ലെന്ന അർത്ഥത്തിൽ താര തലയാട്ടി. ഒരമ്മ വന്നിരുന്നുവെന്ന് ദേവേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. താരയും ദേവദത്തനും വളരെ നേരം സംസാരിച്ചു. പക്ഷേ എങ്ങും എത്താതെയാണ് അവർ പിരിഞ്ഞത്. താര അന്ന് വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായി. എന്താ താരേ വൈകിയത്? സരസ്വതി ചിറ്റ ചോദിച്ചു. ഒരുപാട് ജോലിയുണ്ടായിരുന്നു ചിറ്റെ. ശാലിനിയോട് മാത്രം അവൾ സത്യം വെളിപ്പെടുത്തി. എന്തായാലും ശരിക്കും ആലോചിച്ചിട്ടേ താര ഒരു തീരുമാനമെടുക്കാവൂ. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്, ശാലിനി ഉപദേശിച്ചു. എനിക്കറിയാം ചേച്ചി, എൻ്റെ ജീവിതം കൊണ്ട് ഇതുവരെ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയെങ്കിലും ചിലരുടെയൊക്കെ കണ്ണീര് തുടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമല്ലേ? പക്ഷേ പിന്നീട് നീ ദുഃഖിക്കാൻ ഇടവരരുത്. വേദനിക്കുന്നതല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എന്നും ഞാൻ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയായിരുന്നു ചേച്ചി. ദുർവിധി എപ്പോഴും എന്നെ പിന്തുടരുകയാണ്, താര പറഞ്ഞു. അതൊന്നുമല്ല, ഒരു ത്യാഗം ചെയ്യുന്നതിൻ്റെ സുഖം നിനക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ശാലിനി പരിഹസിച്ചു. ഇത് ത്യാഗമാണോ? എനിക്കറിയില്ല ചേച്ചി. ആണെങ്കിൽ തന്നെ ദേവേട്ടൻ അതറിയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദേവദത്തൻ്റെ അമ്മ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ താര ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? അതെ ചേച്ചി, ആ അമ്മയെ വെറുപ്പിച്ചിട്ട് ഞാനെങ്ങനെ മരുമകളായി ആ വീട്ടിലേക്ക് കയറി ചെല്ലും? ചേച്ചിക്ക് കഴിയുമോ? ഞാൻ നിന്നോട് വാദിക്കാൻ ആളല്ല താരേ, ശാലിനി അടയറവ് പറഞ്ഞു. പിറ്റേ ദിവസം ദേവദത്തൻ താരയെ കാണാൻ വിനീത ബുക്ക് ഹൗസിലേക്ക് വന്നു. താര ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വരവ്. തലേ രാത്രിയിൽ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അയാൾക്ക്. ഇന്നലെ നീ പറഞ്ഞതൊക്കെ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ താരേ? ദേവദത്തൻ ചോദിച്ചു. അതെ ദേവേട്ട, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, നിർഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ജന്മമാണെൻ്റേത്. ഒരു സന്തോഷവും അധികനാൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദേവേട്ടനെ ഞാൻ സ്വന്തമാക്കിയാൽ ആരുടെയൊക്കെ ശാപം എൻ്റെ പിന്നാലെ വരുമെന്നറിയാമോ? നീ എന്താ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാത്തത്? എൻ്റെ സ്നേഹം നിനക്ക് അപ്രധാനമായി തീർന്ന താരേ? ദേവദത്തൻ ചോദിച്ചു. സാരമില്ല ദേവേട്ട, കുറെ കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ വേദന ദേവേട്ടൻ മറക്കും. ശരിയായിരിക്കാം. എന്തായാലും ഇപ്പോൾ ദേവേട്ടൻ്റെ അമ്മ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി, താര പറഞ്ഞു. അനുസരിക്കാം. പകരം നിന്റെ അമ്മ പറയുന്നത് നീയും അനുസരിക്കുമോ? എനിക്ക് അവിവാഹിതയായി ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ദേവേട്ട,
ശാന്തമായ സ്വരത്തിൽ താര പറഞ്ഞു. നിന്നെ അവിവാഹിതയാക്കാൻ വിട്ടുകൊണ്ട് ഞാൻ ഊർമിളയെടത്തിയെ കല്യാണം കഴിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരു തീരുമാനത്തിലെത്താതെയാണ് അന്നും അവർ പിരിഞ്ഞത്. പിറ്റേ ദിവസം താരയ്ക്ക് കൗസല്യദേവിയുടെ ഫോൺ കോൾ വന്നു. താരേ, നീ ശനിയാഴ്ച വരില്ലേ? വരാം അമ്മേ. വരുന്നത് എന്തിനാണെന്നറിയാമല്ലോ? അറിയാം. ചന്ദ്രമതി 2 തവണ ഫോൺ ചെയ്തിരുന്നു. എത്രയും വേഗം കല്യാണം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹം. പറ്റുമെങ്കിൽ അടുത്ത മാസം. ഒരു മുഹൂർത്തമുണ്ടത്രേ. നിന്നോട് ആലോചിക്കാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നോട് ആലോചിക്കാൻ ഒന്നുമില്ലമ്മേ. എനിക്ക് സമ്മതമാണ്. അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം. എനിക്കൊരു വിരോധവുമില്ല. അടക്കിയിട്ടും പുറത്തേക്ക് വന്ന കരച്ചിൽ അമ്മ കേൾക്കാതിരിക്കാനായി താര പെട്ടെന്ന് റിസീവർ വെച്ചു. അധ്യായം 46. ശനിയാഴ്ച രാവിലെ വീട്ടിലേക്ക് പോകാൻ താര തയ്യാറായി. ബാഗിൽ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ ശാലിനി അവളുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ താര പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കിടക്കയിലിരുന്നു കൊണ്ട് ശാലിനി ചോദിച്ചു. അതെ ചേച്ചി. വീട്ടിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? സാധാരണ മട്ടിൽ താര പറഞ്ഞു. എന്ന് തിരിച്ചു വരും. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ്. ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നും വരാം അല്ലേ? താര മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവദത്തിനറിയാമോ താര എന്തിനാണ് പോകുന്നതെന്ന്? അറിയാം. താരയുടെ തീരുമാനത്തിന് ന്യായീകരണമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സത്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് ദേവന് അറിയില്ലല്ലോ. ദേവൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് താര എന്താ ചിന്തിക്കാത്തത്? മുക്കോളം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുളിരറിയുമോ ചേച്ചി? എൻ്റെ മനസ്സിനിപ്പോൾ ഒരു മരവിപ്പാണ്. എന്തു സംഭവിച്ചാലും എനിക്കിപ്പോൾ ഒരുപോലെയാ. ബാഗ് അടച്ച് താര അപ്പോൾ തന്നെ ഇറങ്ങി. റോഡിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷ കിട്ടി. നേരെ ബസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ദേവദത്തിന് ഫോൺ ചെയ്താലോ? താര ആലോചിച്ചു. ഓഫീസിൽ വരുമ്പോൾ 11 മണിയെങ്കിലും ആവും. ഇപ്പോൾ 9. ജോർജ് ചേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ചാലേ കിട്ടൂ. വേണ്ട, പോകുന്ന കാര്യം തലേദിവസം പറഞ്ഞതാണ്. ഇനി കഴിയുന്നതും ദേവേട്ടനെ ശല്യപ്പെടുത്താതെ ഇരിക്കണം. ബസ്സിലിരിക്കുമ്പോൾ താരയുടെ മനസ്സ് അസാധാരണമാംവിധം ശാന്തമായിരുന്നു. പ്രതീക്ഷകളൊന്നുമില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടാൻ എന്താണുള്ളത്? ബസ് ഇറങ്ങിയപ്പോൾ ഓട്ടോയിലാണ് താര വീട്ടിലേക്ക് പോയത്. വീട്ടുമുറ്റത്ത് ഓട്ടോ നിന്നപ്പോൾ അപ്പു അമ്മാവനെ കണ്ടു. മോള് ബസ്സിലാ വന്നത്? അതെ. ടൗണിൽ വന്നപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജേന്ദ്രൻ കാറും കൊണ്ട് വരത്തില്ലായിരുന്നോ? ഫോൺ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിങ്ങ് വന്നില്ലേ അമ്മാവ? ശബ്ദം കേട്ട് ദേവകി വന്നു നോക്കി. താരമോളായിരുന്നോ? ഞാൻ വിചാരിച്ചു. ദേവകി താരയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. താര അകത്തേക്ക് നടന്നു. അമ്മയില്ലേ ദേവകി? ഇല്ല മോളെ, കുറച്ചു മുൻപാ ഓഫീസിലേക്ക് പോയത്. ഇന്ന് താരമോൾ വന്നേക്കുമെന്ന് കൗസല്യ ചേച്ചി രാവിലെ പറഞ്ഞായിരുന്നു. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ കണിശം വരുമെന്ന്. മോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചു കാണില്ലല്ലോ. ചോറ് വിളമ്പട്ടെ? വേണ്ട ദേവകി, വിശപ്പില്ല. എനിക്കൊരു ചായ തന്നാൽ മതി, താര പറഞ്ഞു. താര മുറിയിൽ ചെന്ന് വേഷം പോലും മാറാതെ കിടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു, മനസ്സിനും ശരീരത്തിനും. അല്പനേരം കഴിഞ്ഞപ്പോൾ ദേവകി ചായ കൊണ്ടുവന്നു. എന്താ മോളെ കിടക്കുന്നേ? ഒന്നുമില്ല ദേവകി. താര എഴുന്നേറ്റിരുന്ന് ചായ വാങ്ങി. കല്യാണം തീരുമാനിക്കാൻ പോവുക ഇല്ലയോ? ദേവകി ചോദിച്ചു. ആര് പറഞ്ഞു നിന്നോട്? എന്നോടാരും പറഞ്ഞില്ല. കൗസല്യ ചേച്ചി ഇവിടെ പറയുന്നത് കേട്ടതാ. താര ഒന്നും മിണ്ടിയില്ല. താരമോൾക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? ആര് പറഞ്ഞു എനിക്ക് സന്തോഷമില്ലെന്ന്? മുഖം കണ്ടാൽ അറിഞ്ഞുകൂടെ? എനിക്കറിയാം കാര്യം എന്താണെന്ന്. എന്താ കാര്യം? ആഗ്രഹിച്ചയാളിനെ കിട്ടാത്തതുകൊണ്ടല്ലേ? സാരമില്ല മോളെ. കണ്ടാൽ വക്കീൽ സാറും നല്ല ഭംഗിയുള്ള ആളല്ലേ? പിന്നെ നമുക്കൊക്കെ വിധിച്ചിട്ടുള്ളതേ നടക്കൂ. ദേവകി പറഞ്ഞതാണ് ശരിയെന്ന് താരയ്ക്ക് തോന്നി. വിധിച്ചിട്ടുള്ളതേ നടക്കൂ. താര കുളി കഴിഞ്ഞു വന്ന് വേഷം മാറി മുൻവശത്തേക്ക് ചെന്നപ്പോൾ ദേവകി ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുന്നു. അവളുടെ കയ്യിലിരുന്ന തടിച്ച റബ്ബർ ഹോസ് പാമ്പിനെ പോലെ മുറ്റത്ത് എഴയുന്നു. അപ്പോളാണ് കൗസല്യദേവിയുടെ കാർ ഗേറ്റ് കടന്നു വന്നത്. താരയെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരാഹ്ലാദഭാവം തെളിഞ്ഞു. മിക്കവാറും നീ നാളെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നേ വന്നത് നന്നായി താരേ. നാളെ അവരൊക്കെ വരുന്നുണ്ട്. ആര്? വേണുഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് ചിലരൊക്കെ കല്യാണത്തിന് വാക്കുറപ്പിക്കാൻ. അപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങുകയാണ്. നീ വാ, ചോദിക്കട്ടെ. താരയെ അവർ ഇരിപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോരുന്നതിന് മുൻപ് നീ ദേവദത്തിനെ കണ്ടായിരുന്നോ? കൗസല്യദേവി ചോദിച്ചു. കണ്ടു. കല്യാണക്കാര്യമൊക്കെ അറിയിച്ചില്ലേ? ഉവ്വ്. ദേവദത്തൻ എന്തു പറഞ്ഞു? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, താര താൽപ്പര്യരഹിതമായി പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ താരേ? സംശയത്തോടെ കൗസല്യദേവി ചോദിച്ചു. ഇല്ല. പിന്നെ
ഞങ്ങൾ തീരെ കുട്ടികളൊന്നുമല്ലല്ലോ. അമ്മയെടുക്കുന്ന തീരുമാനം അനുസരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് ഞാൻ ദേവേട്ടനോട് പറഞ്ഞു. പക്ഷേ ദേവേട്ടന് അതത്ര ബോധ്യമായില്ല. എങ്കിലും അതേക്കുറിച്ചൊന്നും അമ്മ വേവലാതിപ്പെടണ്ട. അമ്മ എന്ത് തീരുമാനമെടുത്താലും അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. കൗസല്യാദേവി വാത്സല്യത്തോടെ താരയുടെ കയ്യിൽ തഴുകി. മോളെ, ഞാൻ എന്തു ചെയ്താലും അത് നിന്റെ നന്മയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ നിനക്കത്ര സ്വീകാര്യമായി തോന്നിയില്ലെന്ന് വരാം. പക്ഷേ നിന്റെ ഭാവി സുരക്ഷിതമായിരിക്കും വേണുവിൻ്റെ കയ്യിൽ. ദേവദത്തിൻ്റെ ലോകം അയഥാർത്ഥമാണ്. പക്ഷേ വേണുവിൻ്റെ ലോകം. താര തടഞ്ഞു. അമ്മ ചെയ്യുന്നതാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാണ്? ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കും. അവയിൽ പലതും ത്യജിക്കേണ്ടിയും വരും. അതൊക്കെ സാധാരണം. എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് താര അങ്ങനെ പറഞ്ഞത്. അമ്മ അത് മനസ്സിലാകാതിരിക്കാൻ അവൾ വേഗം എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഒരു കാറിൽ രാധാകൃഷ്ണനും 2 ബന്ധുക്കളും ഒരു സ്നേഹിതനും കൂടി മാധവ സദനത്തിൽ വന്നു. വേണുഗോപാലിൻ്റെ ജ്യേഷ്ഠനെ താര ആദ്യമായി കാണുകയായിരുന്നു. സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു രാധാകൃഷ്ണൻ. അകാല നരയും തടിച്ച കൺപോളകളും അയാൾക്ക് ഉള്ളതിലധികം പ്രായം തോന്നിപ്പിച്ചു. ബന്ധം പറഞ്ഞപ്പോൾ അയാളുടെ അമ്മാവനായിരുന്നു ഒരാൾ, മറ്റേയാൾ ചെറിയച്ഛനും. ഓഫീസിൽ രാധാകൃഷ്ണനോടൊപ്പം ജോലി ചെയ്യുന്ന വാസുദേവനായിരുന്നു മൂന്നാമൻ. ചിലപ്പോൾ സിയാറും വന്നേക്കും. രാധാകൃഷ്ണനും സിയാറും അളിയന്മാരല്ലേ? കൗസല്യാദേവി താരയോട് അത് രാവിലെ പറയുകയുണ്ടായി. അയാൾ വന്നാൽ താരയ്ക്കത് ഇഷ്ടപ്പെടില്ലെന്നായിരുന്നു അവരുടെ ഭയം. പക്ഷേ താര മറുത്തൊന്നും പറഞ്ഞില്ല. രാധാകൃഷ്ണനും കൂട്ടരും വന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ സിയാർ അയാളുടെ കാറിലെത്തി. താര അവളുടെ മുറിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. സ്വീകരണ മുറിയിലെ ചിരിയും സംസാരവുമൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവർ അവിടെ ഒന്നിച്ചിരുന്ന തൻ്റെ ഭാഗധേയം നിർണയിക്കുന്നു. അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെട്ടിട്ട് പ്രയോജനവുമില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ കൗസല്യാദേവി താരയുടെ മുറിയിലേക്ക് വന്നു. ആഹ്ലാദവതിയായിരുന്നു അവർ. പട്ടുസാരിയുടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് മോടിയായി ഒരുങ്ങി. മോൾ അങ്ങോട്ടൊന്ന് വരൂ, അവർക്ക് നിന്നെയൊന്ന് കാണണമെന്ന്. മടിയൊന്നും പറയാതെ താര എഴുന്നേറ്റു. അപ്പോഴാണ് കൗസല്യാദേവി അവളുടെ വേഷം ശ്രദ്ധിച്ചത്. ഇളം നിറമുള്ള മിടിയും ടോപ്പും. മുടി പോലും വൃത്തിയായി ചീകിയിട്ടില്ല. ഇനി സാരി ഉടുക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് മോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള വേറെന്തെങ്കിലും എടുത്തിട്. ചുരിദാർ മതി. എന്നിട്ട് മുടിയൊന്ന് ചീകി ഒരു പൊട്ടും തൊട്ട് വേഗം വാ, കൗസല്യാദേവി പറഞ്ഞു. താര ഒന്നും പറയാതെ വേഷം മാറി. കൗസല്യാദേവിയാണ് അവൾക്ക് പൊട്ടു തൊട്ടുകൊടുത്തതും മുടി ചീകിയതും. താരയ്ക്ക് അത്ഭുതവും നേരിയ സന്തോഷവും തോന്നാതിരുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഒരു പൊട്ടിട്ട് തരുന്നത്. അമ്മയുടെ പിന്നാലെയാണ് താര ഡൈനിങ് റൂമിലേക്ക് ചെന്നത്. രസകരമായി സംസാരിച്ചുകൊണ്ട് ചായ കഴിക്കുകയായിരുന്നു അതിഥികൾ. സിയാർ ഒഴിച്ച് ബാക്കി 4 പേരും അപരിചിതർ. അവർ കൗതുകത്തോടെ അവളെ നോക്കി. ഇതാണ് എൻ്റെ മകൾ താര, അഭിമാനപൂർവ്വം കൗസല്യാദേവി പരിചയപ്പെടുത്തി. നിസ്സംഗതയോടെ നിന്നതേയുള്ളൂ താര. താര MA കഴിഞ്ഞു അല്ലേ? വേണുഗോപാലിൻ്റെ ബന്ധുക്കളിൽ ഒരാൾ ചോദിച്ചു. അതെ. ഇനി പഠിക്കണമെന്നുണ്ടോ? റിസർച്ചിന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇനി അതൊക്കെ വേണുവിൻ്റെ ഇഷ്ടം പോലെയാകാമെന്ന്. കൗസല്യാദേവി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അതിനെന്താ, പഠിക്കട്ടെ. വേണുവിന് ഒരെതിർപ്പും കാണത്തില്ല, സിയാർ പറഞ്ഞു. താരയ്ക്ക് ഇപ്പോൾ എന്തോ ജോലിയുണ്ടെന്ന് വേണു പറഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് തുടരാൻ പറ്റുമോ? ഇത്ര ദൂരെ ആയതുകൊണ്ടാ ചോദിക്കുന്നേ, രാധാകൃഷ്ണൻ ചോദിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അവൾക്ക് വലിയ വിഷമമാ. പരിചയമുള്ള ഒരാളുടെ പബ്ലിഷിംഗ് കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോയിക്കൊള്ളാൻ ഞാൻ അനുവദിച്ചതാണ്. കല്യാണം വരെ പോകട്ടെ എന്ന് വിചാരിച്ചു. അത് നന്നായി. ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരുന്നാൽ അത് ശരീരത്തിനും മനസ്സിനും കേടാണെന്ന അഭിപ്രായക്കാരനാ ഞാൻ, അമ്മാവൻ പറഞ്ഞു. താര നിശബ്ദയായി നിന്നതേയുള്ളൂ. താര പോയിക്കൊള്ളൂ, വെറുതെ കാണാൻ വിളിച്ചെന്നേയുള്ളൂ, സിയാർ പറഞ്ഞു. താര മുറിയിലേക്ക് മടങ്ങി. കല്യാണം കഴിയുന്നതും വേഗം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളുടെയും ആഗ്രഹം അതുതന്നെ. ഒരു ജ്യോത്സ്യനെ വരുത്തി അധികം വൈകാതെ നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം. അതല്ലേ ഇനി ചെയ്യേണ്ടത്? കൗസല്യാദേവി ചോദിച്ചു. അതെ, അടുത്തതിൻ്റെ അടുത്ത ഞായറാഴ്ച ആയാലോ? കൗസല്യാദേവി ഒന്ന് ആലോചിച്ചു. 2 ആഴ്ചത്തെ സമയമുണ്ട്, മതി. അങ്ങനെയാവട്ടെ. ആ ധാരണയിൽ എല്ലാവരും പിരിഞ്ഞു. ആദ്യം രാധാകൃഷ്ണനും കൂട്ടരുമാണ് പോയത്. അല്പനേരം കൗസല്യാദേവിയുമായി സംസാരിച്ചിട്ട് സിയാറും പോയി. നാളെ ഞാൻ പോകട്ടെ അമ്മേ? അന്ന് രാത്രിയിൽ താര ചോദിച്ചു. ഇനി തിരിച്ചു പോണോ നിനക്ക്? കൂടി വന്നാൽ 2 മാസം, അതിനുള്ളിൽ കല്യാണം കാണും.
അതുവരെ ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണമ്മേ? 2-3 ആഴ്ച മുൻപ് ഞാനിങ്ങ് വന്നാൽ പോരെ? കൗസല്യ ദേവി ഒന്നും പറഞ്ഞില്ല. എന്താ, അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? വാടിയ ചിരിയോടെ താര ചോദിച്ചു. എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല മോളെ. പിറ്റേ ദിവസം രാവിലെ താര തിരിച്ചുപോയി. ദേവൻ 2 തവണ താരയെ അന്വേഷിച്ചു വന്നിരുന്നു. താര ബുക്ക് ഹൗസിൽ ചെന്നപ്പോൾ ഭാനുചന്ദ്രൻ പറഞ്ഞു, ദേവനോട് പറഞ്ഞിട്ടല്ലേ താര പോയത്? അതെ. ദേവനെ കണ്ടിട്ട് മനസ്സിലെന്തോ വലിയ വിഷമമുള്ളതുപോലെ. എത്ര ചോദിച്ചിട്ടും എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ താരേ? അമ്മ ആലോചിച്ച കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു സാർ. അതാണ് കാരണം. എന്നിട്ട് ഇങ്ങനൊന്നുമല്ലല്ലോ കുറച്ചു ദിവസം മുൻപ് താര എന്നോട് പറഞ്ഞത്. അമ്മയെ എതിർത്തുകൊണ്ടാണെങ്കിലും രജിസ്റ്റർ മാരേജ് നടത്താമെന്നല്ലേ നമ്മൾ തീർച്ചപ്പെടുത്തിയിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പലപ്പോഴും മുൻ തീരുമാനങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരാറില്ലേ സാർ? കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ താര അവളുടെ സീറ്റിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ ദേവദത്തൻ അവളെ ഫോണിൽ വിളിച്ചു. വീട്ടിൽ നിന്ന് എപ്പോൾ വന്നു? ദേവൻ ചോദിച്ചു. ഇന്നാണ് വന്നത്. വൈകുന്നേരം കാണില്ലേ? ഇല്ല ദേവേട്ട, താര പറഞ്ഞു. വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ എന്തിനാണ് കാണുന്നത്? എന്ത് പ്രയോജനം? കൂടുതൽ ദുഃഖിക്കാനോ? വേണ്ട ദേവേട്ട, പ്ലീസ്, നമുക്കിനി തമ്മിൽ കാണണ്ട. താര പെട്ടെന്ന് ഫോൺ വെച്ചു. കരച്ചിലടക്കാൻ കഴിയാതെ അവൾ കർച്ചീഫ് എടുത്ത് കടിച്ചു പിടിച്ചു. ദേവദത്തൻ പിന്നെ അവളെ കാണാൻ വന്നില്ല. ഫോൺ ചെയ്തതുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കൗസല്യാദേവി താരയെ ഫോണിൽ വിളിച്ചു. ഇന്നലെ മുഹൂർത്തം കുറിച്ചു താരേ. അടുത്ത മാസം 22-ാം തീയതിയാണ് കല്യാണം. രാവിലെ 9-നും 9:30-ക്കും ഇടയ്ക്ക്. താര വെറുതെ ഒന്ന് കണക്കുകൂട്ടി. ഇനി 36 ദിവസം മാത്രം. ഇനി 1 മാസം പോലും ഇവിടെ ഉണ്ടാവില്ല. അധ്യായം 47. ഒരു ഫീച്ചറിന്റെ ലീഡ് എഴുതാൻ ശ്രമിക്കുകയായിരുന്നു ദേവദത്തൻ. വായിച്ചതൊന്നും മനസ്സിൽ പതിഞ്ഞില്ല. എഴുതിയതൊന്നും തൃപ്തി നൽകിയില്ല. പേനയെ അടച്ചുവെച്ചിട്ട് അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. മുറിയിൽ അപ്പോൾ അനിതയും രമേശും ഉണ്ടായിരുന്നു. നമ്മുടെ കവിക്കിതെന്തു പറ്റി? എപ്പോൾ നോക്കിയാലും ഒരു നിരാശാഭാവമാണല്ലോ മുഖത്ത്. അനിത ആരോടെന്നില്ലാതെ പറഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നത് കവിയുടെ മുഖമല്ല, കവിയിലെ കാമുകനെയാണ്. രമേശ് പറഞ്ഞു. അവർ പറഞ്ഞത് ദേവദത്തൻ കേട്ടെങ്കിലും കേൾക്കാത്ത മട്ടിലിരുന്നതേയുള്ളൂ. സാധാരണ നിലയിൽ ഇത്തരം തമാശകൾ കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചേനെ. പക്ഷേ ഇപ്പോൾ അത് തമാശയല്ല, ജീവിതം തന്നെയാണ്. അനിത വിടാൻ തയ്യാറായില്ല. അവൾ എഴുന്നേറ്റ് ദേവദത്തൻ്റെ അടുത്തേക്ക് ചെന്നു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവ? ഇല്ല. എന്താ അനിതേ? പിന്നെന്താ ഈയിടെയായി ദേവന് എപ്പോഴും ഒരു ദുഃഖഭാവം? പഴയപോലെ കളിയും ചിരിയും സംസാരവും ഒന്നുമില്ലല്ലോ. കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് കാര്യമാണെങ്കിലും പറ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഇത് പരിഹാരമില്ലാത്ത പ്രശ്നമാണ് അനിതേ. അപ്പോൾ പ്രശ്നമുണ്ട് അല്ലേ? ശരി, അത് ഞങ്ങളോടൊന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? പരിഹാരമുണ്ടായില്ലെങ്കിൽ തന്നെ കൂട്ടായ ഒരു ചർച്ച ഗുണം ചെയ്യാതിരിക്കില്ല ദേവ, രമേശ് പറഞ്ഞു. തികച്ചും വ്യക്തിപരവും സ്വകാര്യവുമാണെങ്കിൽ പറയുകയും വേണ്ട, അനിത കൂട്ടിച്ചേർത്തു. വ്യക്തിപരമാണ് എങ്കിലും നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമല്ല അനിതയത്. താരയുടെ തീരുമാനത്തെക്കുറിച്ച് ദേവദത്തൻ അവരോട് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെയൊരു മനംമാറ്റമുണ്ടാകാൻ കാരണമെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തലേദിവസം വരെ അവൾ എന്നോടൊപ്പം ഉറച്ചു നിന്നിട്ട് രജിസ്റ്റർ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതുമല്ലേ. സാക്ഷികളായി ഭാനുചന്ദ്രൻ, രമേശ്, അനിത, ശാലിനി എന്നിവരിൽ ആരെയെങ്കിലും കൊണ്ടുപോകാനാണ് ദേവദത്തൻ ആഗ്രഹിച്ചിരുന്നത്. ശാലിനി ഒഴിച്ച് ബാക്കി 3 പേരോടും ഇക്കാര്യം പറയുകയും ചെയ്തതാണ്. ഒരു പക്ഷേ താരയുടെ അമ്മയിൽ നിന്നുള്ള പ്രഷർ? രമേശ് സംശയം പ്രകടിപ്പിച്ചു. ഏത് നിർബന്ധത്തെയും അതിജീവിക്കാൻ താര തയ്യാറായിരുന്നു രമേശ്. അവൾക്കത് സാധിക്കുമായിരുന്നു. പിന്നെന്തുകൊണ്ട് അവസാന നിമിഷത്തിൽ അവൾ എല്ലാം തകിടം മറിച്ചു? അനിതയും രമേശും പരസ്പരം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. താരയെ എനിക്കറിയാം അനിതേ. അവൾക്കെന്നെ സ്നേഹിക്കാതിരിക്കാനാവില്ല, മറക്കാനുമാവില്ല. പിന്നെന്തിന് അവൾ ഈ തീരുമാനമെടുത്തു? അവൾ സ്വയം പീഡിപ്പിക്കുകയാണ്. എനിക്കതറിയാം, ദേവദത്തൻ പറഞ്ഞു. ഞാൻ താരയെ ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ ദേവ, അനിത ചോദിച്ചു. ഇനി പ്രയോജനമൊന്നുമില്ല അനിതേ. എന്നു പറയണ്ട. ചിലപ്പോൾ താരയുടെ മനസ്സ് പഴയപടി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചാലോ? അനിത പ്രത്യാശ പ്രകടിപ്പിച്ചു. അടുത്ത മാസം 22-ാം തീയതി താരയുടെ വിവാഹമാണ്, ദേവദത്തൻ പറഞ്ഞു. അനിതയും രമേശും ഒന്നും പറയാനാവാതെയിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ 2 ആഴ്ചയിലേറെയായി. അവൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. വിവാഹം നിശ്ചയിച്ച കാര്യം ഇന്നലെ ഭാനുവാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ? ഇല്ല രമേശ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ദേവൻ എന്തു തീരുമാനിച്ചു?
ഞാനിനി എന്ത് തീരുമാനിക്കാൻ? അവളുടെ ആഗ്രഹം നടക്കട്ടെ. സംസാരം അവിടെ അവസാനിച്ചു. അനിതയുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ബാക്കി കിടന്നു. താരയുടെ ഒഴിഞ്ഞു മാറലിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. താര പറഞ്ഞു കാണില്ല, ദേവൻ അറിഞ്ഞതുമില്ല. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് അനിത തൻ്റെ സണ്ണി ബജാജിൽ വിനീത ബുക്ക് ഹൗസിലേക്ക് ചെന്നു. അപ്പോൾ ഓഫീസിൽ ഭാനുചന്ദ്രനുമുണ്ടായിരുന്നു. താരയെ ഒന്ന് കാണാൻ വന്നതാണ്, അനിത പറഞ്ഞു. അകത്തുണ്ട്, ചെന്നോളൂ. അനിത ചെന്നപ്പോൾ താര ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുകയായിരുന്നു. അനിതയെ കണ്ട് താര ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. താര എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ചിരിച്ചുകൊണ്ട് അനിത ചോദിച്ചു. അതെ, സത്യം. എന്താ അനിത വിശേഷിച്ച്? വിശേഷമുണ്ട്. തിരക്കില്ലെങ്കിൽ താര എന്നോടൊപ്പം പുറത്തേക്കൊന്ന് വരാമോ? 10 മിനിറ്റിനകം തിരിച്ചെത്താം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നും സാരമില്ല, ഞാൻ വരാം. ഭാനുചന്ദ്രനോട് അനുവാദം വാങ്ങിയിട്ട് താര അനിതയോടൊപ്പം പുറത്തേക്കിറങ്ങി. അനിതയുടെ സ്കൂട്ടറിൽ അവർ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. താരയ്ക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായയോ കാപ്പിയോ അതോ തണുത്തതെന്തെങ്കിലും മതിയോ? തണുത്തത് മതി. അനിത 2 പെപ്സിക്ക് ഓർഡർ കൊടുത്തു. എന്തിനാണ് അനിത തന്നെ കാണാൻ വന്നതെന്ന് താരയ്ക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു. ദേവേട്ടൻ പറഞ്ഞു വിട്ടതായിരിക്കുമോ അതോ അവൾ സ്വയം വന്നതായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. താരയുടെ വിവാഹം തീരുമാനിച്ചു അല്ലേ? അതെ. ആര് പറഞ്ഞു അനിതയോട്? ദേവൻ. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താരെ. ഇരുമെയ്യും ഒറ്റ കരളുമായി നടന്ന നിങ്ങൾ താര കാലുമാറി കളയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെയാണോ ദേവേട്ടൻ പറഞ്ഞത്? സങ്കടത്തോടെ താര ചോദിച്ചു. അങ്ങനെയല്ല ദേവൻ പറഞ്ഞത്. പക്ഷേ ഫലത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? താര മുഖം താഴ്ത്തിയിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. തണുപ്പിച്ച പെപ്സി വന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ താര എന്നോട് സത്യം പറയാമോ? അനിതയുടെ ചോദ്യം കേട്ട് മുഖമുയർത്തി നോക്കി. പൂർണ്ണ മനസ്സോടെയാണോ താര കല്യാണത്തിന് സമ്മതിച്ചത്? അതെ. അപ്പോൾ ദേവനെ താര പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചിരുന്നില്ല എന്നല്ലേ അർത്ഥം? താര ഒരു വിളറിയ ചിരി ചിരിച്ചു. നമ്മൾ തമ്മിൽ അത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് അനിത എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ദേവേട്ടനറിയാം. എന്നിട്ടും താര, അനിതയ്ക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ തീരുമാനത്തിന് പിന്നിൽ. ചിലപ്പോൾ അനിത അതേക്കുറിച്ചും അറിഞ്ഞു കാണും. എന്തിനെക്കുറിച്ചാണ് താര പറയുന്നത്? ഊർമിളയെടുത്തിയെ ദേവേട്ടൻ വിവാഹം ചെയ്യണമെന്നാണ് 2 വീട്ടുകാരുടെയും ആഗ്രഹവും പ്രതീക്ഷയും. അത് നടന്നാൽ ഊർമിളയെടുത്തിയുടെ ദുർവിധിക്ക് ഒരവസാനമുണ്ടാകും. 2 കുടുംബങ്ങളുടെ കണ്ണീർ തോരും. ആര് പറഞ്ഞു ഇക്കാര്യം? ദേവേട്ടനിൽ നിന്നാണ് ഞാനിതറിഞ്ഞത്. ദേവന് സമ്മതമാണോ ഊർമിളയെടുത്തിയെ? അല്ല. എങ്കിലും ഞാൻ പിന്മാറിയത് തെറ്റാണോ അനിതേ? എല്ലാവരുടെയും ശാപവും വാങ്ങിച്ചു കെട്ടി ഞാൻ ദേവേട്ടനെ സ്വന്തമാക്കണമായിരുന്നു എന്നാണോ അനിതയും പറയുന്നത്? അനിത ഒന്നും പറഞ്ഞില്ല. താര പറഞ്ഞത് ഒരു പുതിയ അറിവായിരുന്നു. ദേവദത്തിൻ്റെ വീട്ടിൽ അങ്ങനെയൊരു ആലോചന നടക്കുന്നുണ്ടെന്ന കാര്യം അനിത അറിഞ്ഞിരുന്നില്ല. ഊർമിളയെടുത്തിയെ ദേവൻ വിവാഹം ചെയ്യുമെന്ന് താരയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ദേവേട്ടൻ അതേക്കുറിച്ച് ചിന്തിച്ചേക്കും എന്നാണ് എൻ്റെ വിചാരം. അതിനാണ് ഞാനീ കുരിശ്. സോറി, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. താരയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. താരയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നു, അനിത പറഞ്ഞു. താങ്ക്സ് അനിതേ. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാളെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. താരയെ തിരിച്ച് ബുക്ക് ഹൗസിൽ കൊണ്ടുചെന്ന് വിട്ടിട്ടാണ് അനിത പോയത്. ദേവന്റെ വിഷമം കണ്ടപ്പോൾ സത്യമെന്താണെന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് താരെ ഞാൻ വന്നത്. തെറ്റിദ്ധരിക്കരുത്. പോകും മുൻപ് അവളുടെ കൈപിടിച്ച് അനിത പറഞ്ഞു. സാരമില്ല അനിതേ. എന്നിട്ടും മുഴുവൻ സത്യം അറിയാതെയാണല്ലോ അനിത പോകുന്നത്. ദേവദത്തിനെ കാണണമെന്നും സംസാരിക്കണമെന്നും താരയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു കണ്ടുമുട്ടൽ വേദനാജനകമായിരിക്കുമെന്ന് കരുതിയതിനാൽ മടിച്ചു. ശനിയാഴ്ച താര വീട്ടിലേക്ക് പോയി. ചെല്ലണമെന്ന് കൗസല്യദേവി അറിയിച്ചതുകൊണ്ടാണ് പോയത്. ആഘോഷത്തിമിർപ്പിലായിരുന്നു മാധവസദനം. വീട് നിറയെ പണിക്കാർ. ഗേറ്റും മതിലും വീടും പെയിൻ്റടിച്ച് മോടി പിടിപ്പിക്കുന്ന തിരക്ക്. ഫർണിച്ചറുകൾ മിനുക്കുന്നു. എല്ലാറ്റിനും മുന്നിൽ സാംസൺ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോളിയുടെ കെട്ടിന് ആദ്യ അവസാനക്കാരനായി നിൽക്കാൻ കൊതിച്ചവന താരക്കുട്ടി ഞാൻ. പക്ഷേ അവൾ കെട്ടിയില്ല. എൻ്റെ ആഗ്രഹം നടന്നുമില്ല. ഇപ്പോൾ താരക്കുട്ടിയുടെ കല്യാണം എൻ്റെ മോളിയുടെ കല്യാണമാക്കുകയാണ് ഞാൻ. താരയെ കണ്ടപ്പോൾ സാംസൺ പറഞ്ഞു. മോളിയെ എനിക്ക് ക്ഷണിക്കണം ജോയി. അഡ്രസ്സ് അറിയാമോ? താര ചോദിച്ചു. അറിയില്ല. മട്ടാഞ്ചേരിയിലുണ്ടെന്നല്ലേ ഒരിക്കൽ പറഞ്ഞത്? ഞാൻ പിന്നെ അന്വേഷിച്ചു പോയില്ല താരക്കുട്ടി. അവൾ തിരഞ്ഞെടുത്ത ജീവിതം അവൾ തന്നെ ജീവിച്ചു തീർക്കട്ടെ. താര ഒന്നും പറഞ്ഞില്ല. കല്യാണ വസ്ത്രങ്ങളെടുക്കാൻ കൗസല്യദേവിയും താരയും കൂടിയാണ് പോയത്.
വിവാഹസാരി കൂടാതെ അവൾക്കു വേണ്ടി 1/2 ഡസൻ പട്ടുസാരികൾ അമ്മ വാങ്ങി. കൂടാതെ പലതരത്തിലുള്ള സാരികൾ വേറെയും. വീട്ടിൽ പണിക്കാർക്കെല്ലാം പുതിയ വസ്ത്രങ്ങൾ വാങ്ങി. പിറ്റേ ദിവസമാണ് ജ്വല്ലറി ഷോപ്പിൽ പോയത്. സ്വർണത്തെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല മോളെ. എങ്കിലും നമ്മൾ അതറിഞ്ഞ് പെരുമാറണ്ടേ? ഒന്നിലും ഒരു കുറവും വരാൻ പാടില്ല. കൗസല്യാദേവി പറഞ്ഞു. എല്ലാം അമ്മയുടെ ഇഷ്ടമനുസരിച്ച് നടക്കട്ടെ എന്ന് താര വിചാരിച്ചു. താരയ്ക്ക് അണിഞ്ഞുകൊണ്ട് നടക്കാനാവാത്തത്ര ആഭരണങ്ങളാണ് കൗസല്യാദേവി വാങ്ങിയത്. 2 തരം ക്ഷണക്കത്തുകൾ അവർ അച്ചടിപ്പിച്ചു. ഒന്ന് അവരുടെ സ്വന്തം ആവശ്യത്തിന്, മറ്റേത് താരയ്ക്ക് അവളുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി. ക്ഷണക്കത്തുകളുമായിട്ടാണ് താര മടങ്ങിയത്. നീ എന്നു വരും മോളെ? പോകും മുമ്പ് അവളോട് കൗസല്യാദേവി ചോദിച്ചു. എന്നു വരണം അമ്മ പറയൂ. 22-ാം തീയതിയല്ലേ കല്യാണം? 10-ാം തീയതി വന്നുകൂടെ? വരാം അമ്മേ. 10-ാം തീയതിയാകാൻ ഇനി 2 ആഴ്ച കൂടി മാത്രം. കൂട്ടുകാർക്ക് ക്ഷണക്കത്ത് അയക്കുവാൻ താരയെ ശാലിനി സഹായിച്ചു. താര മേൽവിലാസം എഴുതി. ശാലിനി സ്റ്റാമ്പ് പതിച്ച് കവർ ഒട്ടിച്ചു. ദേവനെ ക്ഷണിച്ചോ? ഒടുവിൽ ശാലിനി ചോദിച്ചു. ഇല്ല. അതെന്താ, ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കണം. പക്ഷേ ഞാനെങ്ങനെ? ഇനി ദേവേട്ടനെ അഭിമുഖീകരിക്കും ചേച്ചി. എന്തിനാ അഭിമുഖീകരിക്കുന്നത്? അഡ്രസ്സ് അറിയാമല്ലോ. ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് പെട്ടിയിലിട്ടാൽ മതിയല്ലോ. ശാലിനിയുടെ സ്വരത്തിലെ കുറ്റപ്പെടുത്തലും പരിഹാസവും താരയ്ക്ക് മനസ്സിലാകാതിരുന്നില്ല. കൂട്ടുകാർക്കുള്ള കത്തുകളെല്ലാം അവൾ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തു. വിനീത ബുക്ക് ഹൗസിലെ എല്ലാവരെയും ക്ഷണിച്ചു. ഭാനുചന്ദ്രന്റെ വീട്ടിലും പോയി. ശാലിനിയെയും സരസ്വതി ചിറ്റയെയും ക്ഷണിച്ചു. ഒടുവിൽ 3 ക്ഷണക്കത്തുകൾ മാത്രം ബാക്കിയായി. അനിതയ്ക്കും രമേശിനും ദേവദത്തിനുമുള്ള കത്തുകൾ. അവസാനം ദിവസം വരെ അവൾ കാത്തു. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം 2ഉം കൽപ്പിച്ച് താര ദേവദത്തിന്റെ പത്രം ഓഫീസിലെത്തി. അനിതയും രമേശും ഉണ്ടായിരുന്നു അവിടെ. ദേവദത്തിനെ മാത്രം കണ്ടില്ല. ദേവേട്ടൻ എവിടെ? ഒഴിഞ്ഞ കസേര കണ്ട് താര ചോദിച്ചു. ദേവൻ ഇന്ന് വന്നില്ലല്ലോ താരെ. അനിത പറഞ്ഞു. വീട്ടിലേക്ക് പോയതാണോ? ആവില്ല, സാധാരണ പറഞ്ഞിട്ടേ പോകൂ. അനിതയ്ക്കും രമേശിനുമുള്ള ക്ഷണക്കത്ത് താര കൊടുത്തു. 2 പേരും തീർച്ചയായും വരണം. വരാം. അഥവാ എന്തെങ്കിലും കാരണവശാൽ വരാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ ആശംസകളുണ്ടാകും, അനിത പറഞ്ഞു. ദേവൻ വരുമെങ്കിൽ ഞാനും ഉണ്ടാകും താരെ, രമേശ് പറഞ്ഞു. സൗകര്യം പോലെ ചെയ്യൂ. എങ്കിലും 2 ആളെയും ഞാൻ പ്രതീക്ഷിക്കും. ഉടൻ തന്നെ പത്രം ഓഫീസിൽ നിന്ന് താര ഇറങ്ങി. ഇനി കയ്യിൽ ഒരു ക്ഷണക്കത്ത് മാത്രം അവശേഷിക്കുന്നു. ശ്രീ ദേവദത്തൻ. ദേവേട്ടൻ്റെ താമസ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. ദേവേട്ടൻ അവിടെ ഉണ്ടാവുമോ? ജോർജ് ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി ഒരിക്കൽ പറഞ്ഞുകൊടുത്തത് ഓർമ്മയുണ്ട്. 2ാം നിലയിലാണ് ദേവേട്ടൻ താമസിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നിട്ട് ജോർജ് ചേട്ടൻ്റെ മേൽവിലാസം പറഞ്ഞുകൊടുത്തു. ഓട്ടോയിലിരിക്കുമ്പോൾ താരയ്ക്ക് പരിഭ്രമം തോന്നാതിരുന്നില്ല. ദേവേട്ടൻ അവിടെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? വീട്ടിലേക്ക് കയറരുത് എന്ന് പറയുമോ? ദേവന്റെ താമസ സ്ഥലത്തേക്ക് ആദ്യത്തെ യാത്രയാണ്, അവസാനത്തേതും. ഗേറ്റിനു മുന്നിൽ ഓട്ടോ നിന്നു. വീട് ഇതുതന്നെയല്ലേ എന്ന് സംശയിച്ചിറങ്ങുമ്പോൾ മിടിയും ടോപ്പും അണിഞ്ഞ ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു. ഷോപ്പിങ്ങിനോ മറ്റോ പോകാനായി. ബാഗുമുണ്ടായിരുന്നു കയ്യിൽ. മിസ്റ്റർ ദേവദത്തൻ താമസിക്കുന്നത്? താര അവളോട് ചോദിച്ചു. അതെ, മുകളിലാണ്. 2ാം നിലയിലേക്ക് കണ്ണുകളുയർത്തി പെൺകുട്ടി പറഞ്ഞു. ആശ്വാസമല്ല, സമാധാനക്കുറവാണ് താരയ്ക്ക് അനുഭവപ്പെട്ടത്. ഗേളിയല്ലേ? പെട്ടെന്ന് പേരോർമ്മ വന്നപ്പോൾ താര ചോദിച്ചു. അതെ, താരച്ചേച്ചിയല്ലേ? താര തലകുലുക്കി. പണ്ട് ഫോൺ ചെയ്ത ഓർമ്മയുണ്ട്. ദേവേട്ടനുണ്ട് മുകളിൽ? ഉണ്ട്, ഞാൻ കടയിലേക്ക് പോവുക ചേച്ചി. ശരി. താര വന്ന ഓട്ടോയിൽ ഗേളി പോയി. പതറുന്ന കാലടികളോടെ താര മെല്ലെ കോണിപ്പടികൾ കയറി ചെന്നു. അതുവരെ സംഭരിച്ചു വച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നതുപോലെ തോന്നി. അധ്യായം 48. താര മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ ദേവദത്തനുണ്ടായിരുന്നു മുറിയിൽ. ഈസി ചെയറിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നു. പാതി വായിച്ചു തീർന്ന പുസ്തകം മാറിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ താര ഒരു നിമിഷം നിന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ പെട്ടെന്ന് ദേവദത്തൻ കണ്ണുകൾ തുറന്നു നോക്കി. താരേ, അയാൾ ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. ഞാൻ ദേവേട്ടൻ്റെ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. അവിടെ കാണാത്തപ്പോൾ ഇവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. വരൂ, ദേവദത്തൻ പറഞ്ഞു. താര അകത്തേക്ക് കയറി ചെന്നു. മേശയും കസേരയും കട്ടിലും കൂടാതെ ഫർണിച്ചറായി ഈസി ചെയർ മാത്രം. ഭിത്തി അലമാരയിൽ സ്ഥലം തികയാതെ പുസ്തകങ്ങൾ മേശപ്പുറത്തും നിലത്തും അടുക്കി വച്ചിരിക്കുന്നു. മേശപ്പുറത്ത് എഴുതിയ കടലാസുകൾ, എഴുതാത്ത കടലാസുകൾ. താര ഇരിക്കൂ, കസേര നീക്കിയിട്ട് ദേവദത്തൻ പറഞ്ഞു. അവളിരുന്നു. ദേവേട്ടൻ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാത്തതാണല്ലോ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവദത്തൻ്റെ സ്വരത്തിലെ വേദന താരയ്ക്ക് നന്നായി മനസ്സിലായി. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ക്ഷീണിതനാണ്.
കലങ്ങിച്ചുവന്ന കണ്ണുകൾ, പാറിപ്പറന്ന മുടി. എന്താ ദേവേട്ടൻ ഓഫീസിൽ പോകാത്തെ? പോകാൻ തോന്നിയില്ല. സുഖമില്ലേ ദേവേട്ടന്? സുഖം. ദേവദത്തൻ പരിഹാസത്തോടെ ചിരിച്ചു. ദേവേട്ടന് എന്നോടിപ്പോൾ ദേഷ്യമുണ്ട് ഇല്ലേ? ദേഷ്യം എന്നോടാണ്. എന്തിന്? ഇത്ര വിഡ്ഢിയായി പോയതിൽ. താര അല്പനേരം നിശബ്ദയായിരുന്നു. ഹൃദയ ദൗർബല്യം ഒരുതരം വിഡിത്തമാണെങ്കിൽ ഞാനാണ് ദേവേട്ട പമ്പര വിഡ്ഢി എന്ന് പറയണമെന്നുണ്ടായിരുന്നു താരയ്ക്ക്. പക്ഷേ പറഞ്ഞില്ല. എന്തിനാ താര ഇപ്പോൾ വന്നത്? ദേവേട്ടനെ കാണാൻ. എന്നിൽ നിന്ന് ഇത്രയും ദിവസം ഒഴിഞ്ഞു നിന്നിട്ട് ഇപ്പോഴെന്തിനാണ്? അവസാനത്തെ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ. എന്നുവെച്ചാൽ ഞാൻ നാളെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. 22-ാം തീയതിയല്ലേ കല്യാണം? അതെ, ഒരാഴ്ച കൂടിയുണ്ട്. തീയതി ദേവേട്ടൻ എങ്ങനെ അറിഞ്ഞോ? ദേവദത്തൻ മറുപടി പറഞ്ഞില്ല. എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ഒരെണ്ണം മാത്രം, ദേവേട്ടനുള്ളത്. താര ഹാൻഡ് ബാഗ് തുറന്ന് അവസാനത്തെ ക്ഷണക്കത്തെടുത്തു. കവറിന് പുറത്ത് ദേവദത്തൻ എന്നല്ല, ദേവേട്ടന് എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. താര എഴുന്നേറ്റ് ചെന്ന് ആ ക്ഷണക്കത്ത് നീട്ടി. അവളുടെ കൈ വിറച്ചെങ്കിലും യാന്ത്രികമായാണ് ദേവദത്തൻ അത് വാങ്ങിയത്. അയാൾ കവർ തുറന്നു നോക്കാതെ അല്പനേരം ഇരുന്നു. രാവിലെ 9-നും 9:30-ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം. ദേവൻ മൂളി. ദേവേട്ടൻ വരില്ലേ? ഇല്ല. ദേവദത്തൻ കവർ തുറന്നു നോക്കി. മനോഹരമായ ക്ഷണക്കത്ത്. അക്ഷരങ്ങളിലൂടെ കണ്ണുകൾ തെന്നി നീങ്ങിയെങ്കിലും താര എന്ന പേര് മാത്രമേ അയാൾ കണ്ടുള്ളൂ. എനിക്ക് എന്തു വിവാഹസമ്മാനമാണ് ദേവേട്ടൻ തരാൻ പോകുന്നത്? തരാൻ ആഗ്രഹിച്ചത് നീ വേണ്ടെന്ന് വെച്ചില്ലേ? ദേവേട്ട, ഇനി നമ്മൾ അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് എന്ത് പ്രയോജനം? പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്ന് ദേവേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കരുത്. ദേവേട്ടൻ അനുഭവിക്കുന്നത്ര വേദന ഞാനും അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിലേറെ. വേണ്ട താരേ, നീ എന്തു പറഞ്ഞാലും എനിക്കതൊന്നും മനസ്സിലാവില്ല. എഴുന്നേറ്റുകൊണ്ട് ദേവദത്തൻ പറഞ്ഞു. ക്ഷണക്കത്ത് അയാൾ മെല്ലെ പുസ്തകത്തിനുള്ളിൽ വച്ചു. താര ഇവിടെ ആദ്യമായി വരികയല്ലേ? വിഷയം മാറ്റാനായി ദേവദത്തൻ ചോദിച്ചു. അതെ. ആദ്യത്തെ വരവ് അവസാനത്തെ വരവുമായി പോയല്ലോ. അവസാനമായിട്ടാണെങ്കിലും തിരിച്ചു പോകും മുൻപ് ദേവേട്ടനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. നാളെ രാവിലെ വീട്ടിൽ നിന്ന് കാർ വരും. അമ്മ വരുമോ കൊണ്ടുപോകാൻ? ഇല്ല, രാജേന്ദ്രനെ വിടാമെന്നാണ് അറിയിച്ചത്. ചിലപ്പോൾ അപ്പു അമ്മാവനും കൂടി വന്നേക്കും. എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് താരേ. എനിക്കറിയാം, ദേവേട്ടൻ പറയണ്ട. പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൻ്റെ കാര്യമല്ലേ? ദേവേട്ടൻ ഊർമിളയെടുത്തിയെ വിവാഹം ചെയ്യണം. ദാസേട്ടൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെപ്പോലെ വളർത്തണം. താരേ, ദേവദത്തൻ അസഹ്യതയോടെ വിളിച്ചു. താര ഹാൻഡ് ബാഗ് എടുത്ത് ചുമലിൽ തൂക്കി. ഇനി ഞാൻ പോവുക ദേവേട്ട. വിനീത ബുക്ക് ഹൗസിൽ പോണം. എല്ലാവരോടും യാത്ര പറയണം. താര അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ഞാൻ പോയി വരട്ടെ ദേവേട്ട. അവളുടെ സ്വരം പതറി. നിസ്സഹായതയോടെ ദേവദത്തൻ തലകുലുക്കി. ദേവേട്ടൻ്റെ എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും എനിക്ക് വേണം. ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി താര പറഞ്ഞു. നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ താരേ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ നിന്റേത്. എനിക്ക് തരാൻ ആശംസകൾ മാത്രമേയുള്ളൂ. ആർദ്രഹൃദയത്തോടെ താര ചോദിച്ചു. ദേവദത്തൻ നീട്ടിയ കൈകളിലേക്ക് അവൾ ഒരു തേങ്ങലോടെ ചെന്നു വീണു. പരസ്പരം സാന്ത്വനിപ്പിക്കുന്നതുപോലെ അന്യോന്യം കരവലയത്തിലാക്കി അവർ ഒരുപാട് നേരം അതേ നിൽപ്പ് നിന്നു. ഇനി ഞാൻ പോകട്ടെ? താര ചോദിച്ചു. ദേവദത്തൻ ഒന്നും പറഞ്ഞില്ല. താര സാവധാനം അയാളുടെ കരവലയത്തിൽ നിന്ന് സ്വതന്ത്രയായി. വേഗം വാതിൽ കടന്ന് പുറത്തേക്ക് പോയി. കോണിപ്പടികൾ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽപ്പടിയിൽ നിറകണ്ണുകളോടെ ദേവദത്തൻ നിൽക്കുന്നു. ഒരു നിമിഷം കൂടി അവിടെ നിന്നാൽ ഒരുപക്ഷേ ദേവേട്ടനെ ഒരിക്കലും പിരിയാനാവാതെ വരുമെന്ന് താരയ്ക്ക് തോന്നി. സകല ശക്തിയും സംഭരിച്ച് അവൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും കരച്ചിൽ പൊട്ടിപ്പോയി. കർച്ചീഫ് എടുത്ത് കടിച്ചു പിടിച്ച് കരച്ചിലമർത്തി നിരത്തുവക്കിലൂടെ ലക്ഷ്യം തെറ്റിയവളെപ്പോലെ നടന്നു. എത്ര നേരം നടന്നുവെന്നറിയില്ല. കടന്നുപോയ ഒരു സണ്ണി ബജാജ് പെട്ടെന്ന് ഓരം ചേർന്ന് നിർത്തുന്നത് അവൾ കണ്ടു. അനിതയായിരുന്നു വണ്ടിയിൽ. എങ്ങോട്ടാ താരേ ഈ പൊരുവെയിലത്തിങ്ങനെ നടക്കുന്നത്? അനിത ചോദിച്ചു. താര ഒരു വിളറിയ ചിരി ചിരിച്ചു. അപ്പോഴാണ് കണ്ണീരുണങ്ങിയ അവളുടെ കവിളുകൾ അനിത കണ്ടത്. താര വണ്ടിയിൽ കയറൂ, അനിത പറഞ്ഞു. വേണ്ട അനിതേ, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം. എങ്ങോട്ടാണ്? വിനീത ബുക്ക് ഹൗസിൽ പോണം. കയറൂ, ഞാൻ അതുവഴിയാണ്. താര പിന്നെ മടിച്ചില്ല. അനിതയുടെ പിന്നിൽ കയറിയിരുന്നു. ഒരു അഭ്യാസിയെപ്പോലെയാണ് റോഡിലെ വാഹനത്തിരക്കിലൂടെ അനിത വണ്ടി ഓടിച്ചത്. നിമിഷങ്ങൾക്കകം അവർ ബുക്ക് ഹൗസിൻ്റെ മുന്നിലെത്തി. ദേവനെ കണ്ടിട്ട് വരികയാണല്ലേ? അനിത ചോദിച്ചു. അതെ, എനിക്ക് തോന്നി.
താര എന്നാണ് വീട്ടിലേക്ക് പോകുന്നത്? നാളെ. ഞാൻ കല്യാണത്തിന് വരും. ആഘോഷങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല താരെ. മുൻകൂറായി എൻ്റെ ആശംസകൾ. അനിത യാത്ര പറഞ്ഞു പോയി. ബുക്ക് ഹൗസിൽ ഭാനുചന്ദ്രനുണ്ടായിരുന്നു. ദേവനെ കണ്ടോ? ഭാനുചന്ദ്രൻ ചോദിച്ചു. കണ്ടു. താരയ്ക്ക് താരയുടേതായ ന്യായീകരണങ്ങൾ കണ്ടേക്കാം. ചിലപ്പോൾ താര ചെയ്യുന്നതായിരിക്കും ശരി. എല്ലാം കാലം തെളിയിക്കട്ടെ. സാർ കല്യാണത്തിന് വരില്ലേ? വിനീതയും ഞാനും കൂടിയാണ് വരുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ താര താമസ സ്ഥലത്തേക്ക് പോയി. വൈകുന്നേരം ശാലിനി വന്നപ്പോൾ അവൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. വസ്ത്രങ്ങളെല്ലാം മടക്കി സൂട്ട്കേസിൽ വെച്ച് കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന് താരയെ കൊണ്ടുപോകാൻ അവർ എപ്പോഴാണ് വരുന്നത്? ശാലിനി ചോദിച്ചു. സമയമൊന്നും പറഞ്ഞില്ല ചേച്ചി. എങ്കിലും രാവിലെ വരുമെന്ന് തോന്നുന്നു. ദേവനെ കണ്ടോ എന്ന് ശാലിനി ചോദിക്കുമെന്ന് താര ഭയപ്പെട്ടു. പക്ഷേ അതേക്കുറിച്ചൊന്നും അന്വേഷണമുണ്ടായില്ല. അപ്പോഴാണ് സരസ്വതി ചിറ്റ മുറിയിലേക്ക് വന്നത്. താര ഇത്ര വേഗം ഞങ്ങളെ പിരിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇപ്പോൾ തോന്നുന്നു പരിചയപ്പെടേണ്ടായിരുന്നെന്ന്. അത്രയ്ക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യത്തിനാണല്ലോ പോകുന്നതെന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്. ചിറ്റ പറഞ്ഞു. സ്വന്തം വീട് പോലെയാ ചിറ്റെ ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കിട്ടിയ സ്നേഹവും സമാധാനവും ഒന്നും വേറൊരിടത്തും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കരുത് മോളെ. അന്ന് രാത്രിയിൽ ഒരുപാട് നേരമിരുന്ന് സംസാരിച്ചിട്ടാണ് താരയും ശാലിനിയും ഉറങ്ങാൻ കിടന്നത്. താര അന്ന് ഉറങ്ങിയതേയില്ല. രാവിലെ 9:30 ശാലിനി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. ഞാനിന്ന് തിരിച്ചു വരുമ്പോൾ താര ഇവിടെ ഉണ്ടാവില്ല അല്ലേ? തല കുലുക്കിയതല്ലാതെ താര ഒന്നും പറഞ്ഞില്ല. ചേച്ചി കല്യാണത്തിന് വരില്ലേ? സംശയമുണ്ടോ? ശാലിനി പോയി. 11 മണിയായപ്പോഴാണ് രാജേന്ദ്രൻ കാറുമായി വന്നത്. അപ്പു അമ്മാവനും ഉണ്ടായിരുന്നു ഒപ്പം. സരസ്വതി ചിറ്റ 2 പേർക്കും ചായ കൊടുത്തു. അപ്പു അമ്മാവ, ഇതാണ് സരസ്വതി ചിറ്റ, ഇവിടുത്തെ എൻ്റെ അമ്മ. താര പരിചയപ്പെടുത്തി. അപ്പു അമ്മാവനെക്കുറിച്ച് താര പറഞ്ഞിട്ടുണ്ട്, ചിറ്റ പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പു അമ്മാവന് സന്തോഷമായി. താരയുടെ സൂട്ട്കേസും ബാഗും എടുത്ത് രാജേന്ദ്രൻ കാറിൽ വെച്ചു. പോയി വരട്ടെ ചിറ്റെ? സരസ്വതി ചിറ്റയോട് താര ചോദിച്ചു. പോയി വാ മോളെ. കാറിൻ്റെ മുൻസീറ്റിൽ രാജേന്ദ്രനോടൊപ്പം അപ്പു അമ്മാവൻ കയറി. പിന്നിൽ താര തനിച്ച്. രാജേന്ദ്രൻ കാർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നത്. ദേവദത്തനായിരുന്നു അതിൽ. രാജേന്ദ്ര, 1 മിനിറ്റ്. താര വേഗം കാറിൽ നിന്നിറങ്ങി ദേവദത്തൻ്റെ അടുത്തേക്ക് ചെന്നു. പോവുകയായി അല്ലേ? ദേവദത്തൻ ചോദിച്ചു. ഉവ്വ്. ഇത്തിരി വൈകിയിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നി. പോയില്ലെങ്കിൽ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് താരെ. ദേവേട്ടൻ സമയത്തെത്തിയല്ലോ. എനിക്ക് ഭാഗ്യമുണ്ട്. താരയ്ക്ക് അയാളുടെ കയ്യിലൊന്ന് തൊടണമെന്ന് തോന്നി. പക്ഷേ അന്ന് ഞാൻ കോളേജ് അടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തീവണ്ടി ഓഫീസിൽ വെച്ച് ദേവേട്ടൻ എൻ്റെ ഓട്ടോഗ്രാഫിൽ 4 വരി കുറിച്ച് തന്നില്ലേ? അതിൻ്റെ ബാക്കി കൂടി എനിക്ക് വേണമായിരുന്നു, താര പറഞ്ഞു. എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ലല്ലോ, അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. രാജേന്ദ്രൻ കാറിൻ്റെ എൻജിൻ ഓഫാക്കിയിരുന്നില്ല. താരയോട് ഞാൻ ഒരു കാര്യം കൂടി പറയാനാണ് വന്നത്. ദാമ്പത്യം മടുക്കുന്നു എന്ന് എപ്പോൾ തോന്നിയാലും താരയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാം. ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു സംശയവും വേണ്ട, ദേവദത്തൻ പറഞ്ഞു. ദേവേട്ടാ, പൊയ്ക്കോളൂ, അവർക്ക് തിരക്കുണ്ടാവും. കാറിന് നേരെ നോക്കി ദേവദത്തൻ പറഞ്ഞു. ദേവദത്തനെ അവസാനമായി ഒന്ന് നോക്കിയിട്ട് താര കാറിൽ കയറി. ഡോർ അടഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങി. അത് കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ദേവദത്തൻ നോക്കി നിന്നു. വന്ന ഓട്ടോയിൽ തന്നെ അയാൾ മടങ്ങി. 5 ദിവസം കൂടി കഴിഞ്ഞാൽ താരയുടെ വിവാഹം. കല്യാണത്തിന് പോകാൻ അനിതയും രമേശും തീരുമാനിച്ചു. പിറ്റേ ദിവസം ദേവദത്തൻ ഒരു ബുക്ക് ഷോപ്പിൽ പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞു നിൽക്കുമ്പോഴാണ് പി. ഭാസ്കരൻ്റെ ഗാനസമാഹാരം കണ്ണിൽപ്പെട്ടത്. നാഴിയൂരിപ്പാല്. കൗതുകത്തോടെ അതെടുത്തു നോക്കി. താരയ്ക്ക് എഴുതിക്കൊടുത്ത വരികൾ ആഹ്ലാദത്തോടെ അയാൾ അതിൽ കണ്ടെത്തി. അപ്പോൾ തന്നെ അയാൾ ആ പുസ്തകം വാങ്ങി. ഞാനൊരു സമ്മാനം വാങ്ങി തന്നയച്ചാൽ താരയ്ക്ക് അത് കൊടുക്കാമോ? അടുത്ത ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ ദേവദത്തൻ അനിതയോട് ചോദിച്ചു. വിത്ത് പ്ലഷർ, അനിത പറഞ്ഞു. പുസ്തകം മനോഹരമായി പാക്ക് ചെയ്ത് കല്യാണത്തിൻ്റെ തലേദിവസം അയാൾ അനിതയെ ഏൽപ്പിച്ചു. പിറ്റേന്ന് വെളുപ്പിന് അനിതയും രമേശും താരയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി. ദേവദത്തൻ അന്ന് ഓഫീസിൽ ചെന്നെങ്കിലും അയാൾക്ക് അവിടെ ഇരിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല. സുഖമില്ല എന്ന് എഡിറ്ററോട് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നിറങ്ങി. വീട്ടിലേക്ക് പോകാനാണ് ഇറങ്ങിയതെങ്കിലും ദേവദത്തൻ ഒരു ബാറിലാണ് ചെന്നെത്തിയത്. അധ്യായം 49. ആർഭാടത്തോടെയാണ് കല്യാണം നടന്നത്. കൗസല്യാദേവി ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. ടൗണിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപം.
ഭക്ഷണം തയ്യാറാക്കാൻ മികച്ച കേറ്ററിംഗ് സർവീസുകാർ, അതിഥികളായി ടൗണിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ. 2 ദിവസം മുൻപേ അതിഥികളുടെ പ്രവാഹം തുടങ്ങി. നിസ്സംഗതയോടെ താര അവരെയൊക്കെ സ്വീകരിച്ചു. തിരക്കിനിടയിൽ അനിതയ്ക്കും രമേശിനും താരയെ കണ്ട് ആശംസകൾ നേരാൻ പ്രയാസം അനുഭവപ്പെട്ടു. ഒടുവിൽ അനിത തനിച്ചാണ് വധുവിൻ്റെ മുറിയിലെത്തിയത്. താരയ്ക്ക് ദേവന്റെ വക ഒരു സമ്മാനമുണ്ട്, അവൾ പറഞ്ഞു. എവിടെ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ദേവദത്തൻ കൊടുത്തയച്ച പുസ്തകം അനിത അവളെ ഏൽപ്പിച്ചു. ദേവേട്ടൻ എപ്പോഴാണ് ഇത് തന്നത്? താര ചോദിച്ചു. ഇന്നലെ. താര ആ പാക്കറ്റ് അപ്പോൾ തന്നെ ദേവകിയെ ഏൽപ്പിച്ചു. ദേവകി, ഇത് നഷ്ടപ്പെടുത്തരുത്, പ്രത്യേകം വെക്കണം. ഞാൻ ചോദിക്കുമ്പോൾ എടുത്തു തരണം. ദേവകി തല കുലുക്കി. പോകും മുൻപ് കാണാൻ സാധിച്ചെന്ന് വരില്ല താരെ. രമേശും എത്തിയിട്ടുണ്ട്, അനിത പറഞ്ഞു. എന്നെ കാണാതെ പോകരുതെന്ന് പറയണം രമേശിനോട്. പറയാം. കല്യാണം കഴിഞ്ഞിട്ടാണ് താരയ്ക്ക് രമേശിനെ കാണാൻ സാധിച്ചത്. വേണുഗോപാലിന് അവൾ കൂട്ടുകാരെയെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. കല്യാണം കഴിഞ്ഞ് സദ്യയ്ക്ക് ശേഷം അതിഥികൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു പിരിഞ്ഞു. കാറുകൾ പുറപ്പെട്ടു. ഒടുവിൽ വധുവും വരനും അടുത്ത ചില ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അവശേഷിച്ചു. ഓഡിറ്റോറിയത്തിൽ നിറയെ ഒഴിഞ്ഞ കസേരകൾ. കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി താരയ്ക്ക്. 4-5 സുഹൃത്തുക്കളുമായി വേണു പുറത്തു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് താര ഒരു കസേരയിലിരുന്നു. കനത്ത പട്ടുസാരിയും കയ്യിലും കഴുത്തിലും അണിഞ്ഞ ആഭരണങ്ങളും മുടിയിൽ ചൂടിയ മുല്ലപ്പൂ മാലയുമൊക്കെ അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചന്ദ്രമതി അവളുടെ അടുത്തേക്ക് വന്നു. ക്ഷീണിച്ചു പോയോ താരെ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല ചേച്ചി, ഞാൻ വെറുതെ. 1:30 നമുക്ക് യാത്ര തിരിക്കാനുള്ള സമയം. ഇനി കഷ്ടിച്ച് 1 മണിക്കൂറേയുള്ളൂ. സാരി മാറണ്ടേ? ചന്ദന നിറത്തിൽ ധാരാളം കസവ് പൂക്കളുള്ള ഒരു സാരിയാണ് കല്യാണപ്പുടവയായി വേണു അവൾക്ക് നൽകിയത്. സമയമായെങ്കിൽ മാറാം, താര പറഞ്ഞു. എങ്കിൽ വാ. വസ്ത്രം മാറാനുള്ള മുറിയിലേക്ക് ചന്ദ്രമതി അവളെ കൊണ്ടുപോയി. സഹായത്തിന് വേറെ 2 സ്ത്രീകളും ചെന്നു. വേണു കൊടുത്ത പുടവ അവളെ ഉടുപ്പിച്ചു. ഒരിക്കൽ കൂടി കണ്ണെഴുതിച്ചു, പൊട്ടു തൊടുവിച്ചു. ചന്ദ്രമതി വളരെ സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയത്. ഏടത്തി മാത്രമല്ല, ചെന്നു കയറാൻ പോകുന്ന വീട്ടിലെ അമ്മ കൂടിയാണല്ലോ അവൾ. ഞാനിത്തിരി നേരത്തെ പോകും. നിങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ അവിടെ? ചന്ദ്രമതി പറഞ്ഞു. അഗ്നിനാളത്തിൻ്റെ നിറമുള്ള ഒരു പട്ടുസാരിയാണ് ചന്ദ്രമതി ഉടുത്തിരുന്നത്. നെറ്റിയിൽ വലിയ ഒരു പൊട്ട്, മുടി നിറയെ മുല്ലപ്പൂ മുട്ടുമാല. ആദ്യം കണ്ടതിലും സുന്ദരിയായ സ്ത്രീയാണ് അവരെന്ന് താരയ്ക്ക് തോന്നി. 3 കാറുകൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നിൽ ചന്ദ്രമതി വീട്ടിലേക്ക് പോയി. സ്നേഹിതരെ വിട്ട് വേണു താരയുടെ അടുത്തേക്ക് വന്നു. അല്ല, താര തയ്യാറായോ? അവൾ വേഷം മാറിയിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. കല്യാണസാരി നന്നായിട്ടുണ്ട് അല്ലേ? ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ചന്ദ്രേടത്തിയുടെ സെലക്ഷനാ. താര വെറുതെ ഒന്ന് ചിരിച്ചു. കൂട്ടുകാരികളൊക്കെ പോയോ? അയാൾ ചോദിച്ചു. പോയി. കല്യാണത്തിന് ഇത്രയധികം ആളുകളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെറും 300 ഇൻവിറ്റേഷൻ കാർഡുകളാണ് കൊടുത്തത്. വന്നത് 200-ൽ താഴെ. താരയുടെ അമ്മയ്ക്ക് വളരെ വിപുലമായ ഒരു പരിചയവലയമുണ്ടല്ലോ, വേണു പറഞ്ഞു. ബിസിനസ് ബന്ധവുമുണ്ട്, അവൾ പറഞ്ഞു. അയാൾ വാച്ചിൽ നോക്കി. 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പോകാമെന്ന് തോന്നുന്നു. അനിത ഏൽപ്പിച്ച സമ്മാന പാക്കറ്റിനെക്കുറിച്ച് പെട്ടെന്ന് താരയ്ക്ക് ഓർമ്മ വന്നു. ദേവേട്ടൻ കൊടുത്തയച്ച സമ്മാനം. സമ്മാനങ്ങളൊക്കെ ഇന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, എന്തിനാണ് എല്ലാം കൂടി കെട്ടിപ്പെറുക്കുന്നത്? തൽക്കാലം എല്ലാം താരയുടെ വീട്ടിൽ വയ്ക്കട്ടെ. ആവശ്യമുള്ളത് മാത്രം സൗകര്യം പോലെ കൊണ്ടുപോകാം. ദേവികയുടെ കയ്യിൽ നിന്ന് ആ പാക്കറ്റ് നഷ്ടപ്പെടുമോ എന്നായിരുന്നു അവളുടെ പേടി. CR വന്ന് എന്തോ സംസാരിക്കാനായി വേണുവിനെ പിടിച്ചുകൊണ്ടുപോയി. സന്തോഷവാനായിരുന്നു അയാൾ. കൗസല്യദേവിയും CRും ഇനി വെറും പരിചയക്കാരല്ലല്ലോ, ബന്ധുക്കളാണ്. പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ താരയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. പ്രതീക്ഷകളൊന്നുമില്ലല്ലോ, പിന്നെന്തിന് ആശങ്കപ്പെടണം? ദേവേട്ടൻ ഇപ്പോൾ എന്തു ചെയ്യുകയാവും? ഓഫീസിൽ വന്നു കാണുമോ? അതോ 2ാം നിലയിലെ ആ മുറിയിലെ ഈസി ചെയറിൽ? ചന്ദ്രമതി പോയി. ഇല്ലേ മോളെ? പെട്ടെന്ന് കൗസല്യദേവി അവളുടെ അടുത്തേക്ക് വന്നു. ഉവ്. സന്തോഷമായി മോളെ, എല്ലാം ഭംഗിയായി നടന്നല്ലോ. വേണു എവിടെ? CR അങ്കിൾ വിളിച്ചുകൊണ്ടുപോയി. പരിചയമില്ലാത്ത വീടാണെന്ന് വിചാരിച്ച് നീ പേടിക്കുകയൊന്നും വേണ്ട. ചന്ദ്രമതി ഉണ്ടല്ലോ അവിടെ. അവർ ഒരു പാവം സ്ത്രീയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വേണുവിനോട് പറയണം. അങ്ങനൊന്നും ഉണ്ടാവില്ല. എല്ലാം കേട്ടു നിന്നതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. അമ്മ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ 2 പേർക്കും എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം.
CR അവരുടെ അടുത്തേക്ക് വന്നു. സമയമായല്ലോ കൗസല്യേ, ഇനി വൈകണ്ട, അവർ പൊയ്ക്കോട്ടെ. എന്താ? അയാൾ പറഞ്ഞു. അങ്ങനെയാവട്ടെ. പോകാൻ അധികം പേർ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കാറിൽ 4-5 ബന്ധുക്കൾ കയറി. രണ്ടാമത്തെ കാറിൽ മുൻസീറ്റിൽ രാധാകൃഷ്ണനും പിൻസീറ്റിൽ വേണുവും താരയും. പോയി വരട്ടെ അമ്മേ. കാറിലേക്ക് കയറും മുൻപ് കൗസല്യാദേവിയോട് താര ചോദിച്ചു. അവർ അവളെ മാറോട് ചേർത്ത് ഒന്ന് പുണർന്നു. എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു. അമ്മയുടെ കണ്ണുകളിലെ നനവ് അവൾ കണ്ടു. താരയ്ക്ക് പ്രത്യേകിച്ച് വികാരവിക്ഷോഭമൊന്നും അനുഭവപ്പെട്ടില്ല. അവൾ കാറിലേക്ക് കയറി. പിന്നാലെ വേണുവും. കാറുകൾ മുന്നോട്ട് നീങ്ങി. വായുവിൽ വീശുന്ന കൈകൾ നോക്കി അവൾ നിർവികാരിയായി നിന്നു. വധു ഇപ്പോൾ കരയുകയാണ് പതിവ്. വേണു ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ സാധാരണ വധുവല്ല, അവൾ പറഞ്ഞു. നന്നായി. സാധാരണ വധുവിനെയല്ല എനിക്ക് വേണ്ടതും. 2 മണിക്കൂറോളം നീണ്ട യാത്ര. അവർ വീട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി ചന്ദ്രമതി നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വിരലിൽ എണ്ണാവുന്ന ബന്ധുക്കളും ചില സുഹൃത്തുക്കളും. 7 തിരിയിട്ട് കത്തിച്ച സ്വർണപ്രഭയുള്ള നിലവിളക്ക് ചന്ദ്രമതി താരയ്ക്കു കൊടുത്തു. അവൾ അത് വാങ്ങിക്കൊണ്ട് വലതുകാൽ വച്ച് വീടിന്റെ പടികൾ കയറി. ചായ സൽക്കാരത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. താര ഇനി കുളിച്ച് വേഷം മാറിക്കൊള്ളൂ, ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു. സന്ധ്യയായിരുന്നു അപ്പോൾ. ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് അവൾ നേർത്ത കസവ് കരയുള്ള ഒരു സാരി എടുത്തുടുത്തു. ഭംഗിയുള്ള ധാരാളം സാരികൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വേണു. കുളി കഴിഞ്ഞു വരുമ്പോൾ തുറന്നു കിടന്നിരുന്ന ഒരു മുറിയിലേക്ക് അവൾ അകത്തേക്ക് അറിയാതെ നോക്കിപ്പോയി. കാറ്റിലുലഞ്ഞ തിരശ്ശീലയ്ക്കുള്ളിലൂടെ അവൾ രാധാകൃഷ്ണനെ കണ്ടു. അയാൾ പുക വലിക്കുകയായിരുന്നു. ടീപ്പോയിന്മേൽ വിസ്കി കുപ്പിയും പാതി ഒഴിഞ്ഞ ഗ്ലാസും. ക്ലോക്കിൽ മണി 8 അടിച്ചു. താരയ്ക്ക് വിശക്കുന്നുണ്ടോ? ചന്ദ്രമതി വന്ന് ചോദിച്ചു. ഇല്ല. വേണു കുളിമുറിയിലായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, നേരത്തെ കഴിച്ചിട്ട് കിടക്കാം. അത്താഴം കഴിക്കാൻ രാധാകൃഷ്ണനെ കണ്ടില്ല. വേണുവും താരയും ഇരുന്നു. ചന്ദ്രമതി വിളമ്പിക്കൊടുത്തു. രാധേട്ടൻ എവിടെ? വേണു ചോദിച്ചു. വിശപ്പായില്ലെന്ന്, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, ചന്ദ്രമതി പറഞ്ഞു. താര കഴിച്ചെന്ന് വരുത്തി. ഒരു ജഗ്ഗിൽ പാലും ഒരു ഗ്ലാസും എടുത്ത് ചന്ദ്രമതി അവളുടെ കയ്യിൽ കൊടുത്തു. താര ചെന്നോളൂ, വേണു കാത്തിരിക്കുകയാവും, പുഞ്ചിരിയോടെ ചന്ദ്രമതി പറഞ്ഞു. താര ചെന്നപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് വേണു ജനാലയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. വരൂ, അവളെ കണ്ട് അയാൾ പറഞ്ഞു. അവൾ അകത്തേക്ക് കയറി ചെന്നു. അത് മേശപ്പുറത്ത് വെച്ചേക്കൂ. പാലും ഗ്ലാസും അവൾ മേശപ്പുറത്ത് വെച്ചു. സിഗരറ്റ് ആഷ്ട്രയിൽ ഞെരിച്ച് കെടുത്തിയിട്ട് വേണു അവളെ പിടിച്ച് കട്ടിലിൽ അഭിമുഖമായി ഇരുത്തി. ഇങ്ങനൊരു വീട്ടിൽ ഇങ്ങനൊരു പുരുഷന്റെ ഭാര്യയായിട്ട് വരാനാണോ താര ആഗ്രഹിച്ചിരുന്നത്? അയാൾ ചോദിച്ചു. ഇങ്ങനൊരു വീട്ടിൽ നിന്ന് ഇങ്ങനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാനാണോ വേണുവേട്ടൻ ആഗ്രഹിച്ചിരുന്നത്? അവൾ മറു ചോദ്യം ചോദിച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. ഒരുപാട് നേരം അവർ സംസാരിച്ചിരുന്നു. വേണുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താരയ്ക്ക് ഒരു പ്രയാസവും അനുഭവപ്പെട്ടില്ല. നേരം ഒരുപാടായല്ലോ, ഇനി നമുക്ക് ഉറങ്ങാം, വേണു പറഞ്ഞു. കിടന്നതും അയാൾ ഉറങ്ങി. ഏറെ നേരം കഴിഞ്ഞ് താരയും ഉറങ്ങി. രാവിലെ അവൾ ഉണർന്നപ്പോൾ മുറിയിൽ വേണുവുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു. അവിടെ ചന്ദ്രമതിയുടെയും വേണുവിൻ്റെയും സംസാരം അവൾ കേട്ടു. ഇഷ്ടമായോ താരയെ? ചന്ദ്രമതി ചോദിക്കുന്നു. ഇഷ്ടമായി, വേണു പറഞ്ഞു. എന്നേക്കാളും? ഇല്ല ഏടത്തി, എൻ്റെ ജീവിതത്തിൽ ഏടത്തിക്കുള്ള സ്ഥാനം വേറൊരു പെണ്ണിനും ഞാൻ കൊടുക്കുകയില്ല. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. താര ഭിത്തിയിലേക്ക് ചാരി തളർച്ചയോടെ നിന്നു. അടുത്ത ഭാഗം നാളെ.